ന ന ന കൃതണരകാം 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 ന ന ന. നമസ്കാരം. വായ്ത്താരി തുടരുന്നു. എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ അതിഥികൾ കലാമണ്ഡലം സുരേഷ് വെള്ളിനഴി, ഗോപിരാജ് വെള്ളിനഴി എന്നീ രണ്ടുപേരാണ് ഇന്നത്തെ അതിഥികളായി നമുക്ക് മുന്നിലെത്തുന്നത്. അവർക്ക് പരിചയമുള്ള മേഖല, അതിനെക്കുറിച്ച് അവർക്ക് ആവുന്ന വിധത്തിൽ അവർ വളരെ ഭംഗിയായി പറയുന്നു എന്ന് മാത്രം ധരിച്ചാൽ മതി. ഇത്തരം കലകളിൽ വ്യാപരിക്കുന്നവർക്ക് ഒരുപക്ഷെ അത്തരം ചോദ്യങ്ങൾ ഉണ്ടാക്കുന്നതിലും ഉത്തരങ്ങൾ പറയുന്നതിലും അമിതമായ പ്രാപ്തിയൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷേ അവരുടെ ഉള്ളിൽ അവർ പ്രവർത്തിക്കുന്ന കലയെക്കുറിച്ച് വ്യക്തമായ ധാരണകളുണ്ട്. അവർ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒരു കലാസംസ്കാരത്തിൻ്റെ പാരമ്പര്യമുണ്ട്. അത്തരത്തിൽ ഈ ചോദ്യോത്തരങ്ങളെ കണ്ടാൽ മതി എന്നാണ് എനിക്ക് ആമുഖമായി പറയാനുള്ളത്. കലാമണ്ഡലം സുരേഷ് വെള്ളിനഴി എന്ന കലാകാരൻ കലകളുടെ തറവാടായ പാലക്കാടിലെ ചെർപ്പശ്ശേരി അടുത്ത് വെള്ളിനഴിയിലാണ് അദ്ദേഹത്തിൻ്റെ സ്വദേശം. അതിലേറെ ഒളപ്പമണ്ണ മനയോട് ചേർന്ന അടുത്താണ് അദ്ദേഹത്തിൻ്റെ താമസം. അതുകൊണ്ട് തന്നെ ഒളപ്പമണ്ണ കഥകളി പാരമ്പര്യം ധാരാളമുള്ള കലാകാരന്മാരെ ധാരാളം ഉയർത്തിയ ആ പാരമ്പര്യമുള്ള ഒളപ്പമണ്ണയുമായി ധാരാളം അടുപ്പങ്ങൾ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിൻ്റെ അച്ഛനുമായാണ് കൂടുതലുള്ളത്. എങ്ങനെയും തുടർന്ന് അദ്ദേഹം കഥകളി കൊട്ട് പഠിക്കുന്നതിന് മുമ്പ് നാട്ടിൽ വിദഗ്ധനായ കലാചാര്യൻ്റെ വാദ്യാചാര്യൻ്റെ കീഴിൽ കൊട്ടുപഠിച്ചു. തുടർന്ന് അദ്ദേഹം കലാമണ്ഡലത്തിൽ പോയി വിദഗ്ധമായ പരിശീലനം നടത്തി. തുടർന്ന് അദ്ദേഹം പാരമ്പര്യമായി ചെയ്തു വന്നിരുന്ന പാനയിൽ സമാന്തരമായ പരിശീലനം നേടി, അതിൽ അറിവ് ധാരാളം നേടി. കഥകളിക്കൊട്ട് പഠിച്ചു എങ്കിൽ പോലും വേണ്ടത്ര അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കഥകളി മേഖലയിൽ പ്രകടിപ്പിക്കാൻ സാധിക്കാതെ വന്നതിൽ അദ്ദേഹം ഒട്ടും നിരാശനായില്ല. തൻ്റെ കയ്യിലുള്ള കല ഏതൊരു വിദ്യാർത്ഥിക്കും നൽകുന്നതിന് താൻ തയ്യാറാണ്, പ്രാപ്തനാണ് എന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഓരോ നിമിഷത്തിലും. ഞാനിത് പറയാൻ കാരണം, സ്വന്തമായ ഒരു പഠന സമ്പ്രദായം രൂപപ്പെടുത്തി നിരവധി കുട്ടികളെ അദ്ദേഹം വാദ്യ മേഖലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. അതിന് ഏത് പ്രദേശത്ത് പോകാനും പാലക്കാട് സ്വദേശിയായ അദ്ദേഹത്തിന് സാധിക്കും. പാലക്കാട് ജില്ലയിലെ വെള്ളിനഴിയാണ് അദ്ദേഹത്തിൻ്റെ സ്വദേശമെങ്കിലും തൊട്ടടുത്ത ജില്ലകളിൽ പോലും അദ്ദേഹം കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഉണ്ട്. ഞാനിത് പറയാൻ കാരണം, വീണ്ടും പറയാൻ കാരണം, ഇത്തരം കലാകാരന്മാരെ നമുക്ക് ഓരോരുത്തർക്കും പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. വിദ്യ നൽകുന്നതിന് ദൂരമോ യാത്രയോ ഒരു തടസ്സമല്ല എന്നത് സുരേഷ് നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നിരവധി കുട്ടികളെ അദ്ദേഹം പഠിപ്പിച്ച് ഈ വാദ്യ മേഖലയുടെ അർത്ഥം അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. എങ്ങനെയും സുരേഷിൻ്റെ തന്നെ വർത്തമാനത്തിലേക്ക് നമുക്ക് കിടക്കാം. അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കുന്നത് വെള്ളിനഴി സ്വദേശിയായ ഗോപിരാജ് എന്ന വ്യക്തിയാണ്. സഹൃദയനായ ഒരു വ്യക്തി. വെള്ളിനഴി ആയതുകൊണ്ട് അദ്ദേഹത്തിന് ഏത് കലയുമായും അറിവും
അതിനോട് പരിചയവും കലാകാരന്മാരോട് വ്യക്തിപരമായ ബന്ധവുമുണ്ട് എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. അതുപോലെ തന്നെ അത് സുരേഷിനോടും വ്യക്തിപരമായ ബന്ധവും അടുപ്പവുമുണ്ട്. സൗമ്യശീലനാണ്. അത് അദ്ദേഹത്തിൻ്റെ വർത്തമാനങ്ങളിൽ നിന്ന് കേട്ടാൽ നമുക്ക് മനസ്സിലാവുന്നതാണ്. വളരെ സൗമ്യമായി ചോദ്യങ്ങൾ ചോദിച്ച് സുരേഷിൻ്റെ ഉള്ളിലുള്ള അനുഭവങ്ങളെ അദ്ദേഹം മിനുക്കി എടുക്കുന്നുണ്ട്. എങ്ങനെയും സുരേഷ് വെള്ളിനേഴിയുടെയും ഗോപിരാജ് വെള്ളിനേഴിയുടെയും ചോദ്യ ഉത്തര വായ്ത്താരിയിലേക്ക് നമ്മൾക്ക് പോകാം. വളരെ സ്നേഹത്തോടു കൂടി എല്ലാവരെയും ക്ഷണിക്കുന്നു. നമസ്കാരം. വായ്ത്താരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വായ്ത്താരി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചെണ്ട എന്ന വാദ്യത്തിൻ്റെ ആധുനിക സംഭാവനകൾ എന്തെല്ലാം സമൂഹത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു, ആസ്വാദകർക്ക് ഇത് എങ്ങനെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് പ്രൊഫസർ കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ തയ്യാറാക്കുന്ന ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒന്നുകൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഇതിൽ പരിചയപ്പെടുത്തുന്നത് കലാമണ്ഡലം സുരേഷിനെയാണ്. അദ്ദേഹം വെള്ളിനേഴിക്കാരനാണ്, വാദ്യങ്ങൾ ഉപയോഗിക്കുന്ന ആളാണ്. ഇന്നത്തെ ആ യുവജനങ്ങളുടെ ഹരമായി മാറിയിട്ടുള്ള അദ്ദേഹം എങ്ങനെ കലാമണ്ഡലത്തിൽ പോയി പഠിച്ച് വളർന്നു വരുവാനും ഇത്രയധികം ശിഷ്യസമ്പത്ത് ഉണ്ടാക്കുവാനും അദ്ദേഹത്തിന് എങ്ങനെ സാധിച്ചു എന്നുള്ളത് അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. സുരേഷ്, നമസ്കാരം. ഗോപിയേട്ടന് നമസ്കാരം. അങ്ങ് ഏത് കാലം മുതലാണ് കലാമണ്ഡലത്തിൽ ചേർന്നത്? ഞാൻ ആദ്യം വെള്ളിനേഴി 90 കാലത്ത് മട്ടന്നൂരാശാൻ ഇവിടെ സ്കൂൾ അധ്യാപകനായി വന്ന സമയത്ത് അച്ഛന് പരിചയമുണ്ട്. അച്ഛൻ ഉളപ്പമണ്ണിക്കൽ ഡ്രൈവറായിരുന്നു. അപ്പോൾ കുട്ടൻ തമ്പുരാൻ ഡോക്ടർ, അദ്ദേഹം കോഴിക്കോടാണ്. അപ്പോൾ അവിടെ ഡ്രൈവറായി നിൽക്കുന്ന കാലത്ത് ആശാൻ സ്ഥിരമായിട്ട് അവിടെ തളി അമ്പലത്തിൽ തായമ്പയ്ക്ക് വരും. അപ്പോൾ അച്ഛൻ എങ്ങനെയാ വെച്ചാൽ കഥകളി അല്ലെങ്കിൽ തായമ്പക അതൊക്കെ വളരെ ഇഷ്ടമുള്ള എവിടെയാണെങ്കിലും എത്തും. അങ്ങനെ ഒരു ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു 75 മുതൽക്ക് ആശാനായിട്ട് ഒരു പരിചയം കോണ്ടാക്റ്റ് ഉണ്ട്. അങ്ങനെ അന്നിവിടെ ചെണ്ട പഠിപ്പിക്കണ ഒരു ഗുരുനാഥന്മാർ, ഞാൻ അച്ചുണ്ണി പോളാശാൻ എൻ്റെ സ്കൂള് ഒപ്പം പഠിച്ചിരുന്ന ഒരു വാസൻ എന്ന് പറയും. വാസൻ അറിയുണ്ടാവും. ഈ മട്ടന്നൂരാശാൻ ആദ്യം താമസിച്ചിരുന്ന തൊട്ടായിട്ടൊരു സ്വാമി താമസിച്ചിരുന്നു. ആ സ്വാമിയുടെ വാസൻ അയാളിങ്ങനെ അച്ചുണ്ണി പോളാശാൻ്റെ അടുത്ത് പോയിട്ട് പഠിച്ചിരുന്നു കേട്ടിട്ടുണ്ട്. പക്ഷേ അന്നൊന്നും അത്ര എനിക്ക് അതിനോട് പഠിക്കണം എന്നുള്ളൊരു ഇത് വന്നിട്ടില്ല. പിന്നെ ഉളപ്പമണ്ണിക്കൽ ഗംഭീരമായിട്ടുള്ള താലിപ്പിലി ആ കാലത്ത് എന്താ പറയുക, OMC വലിയ തമ്പുരാനുള്ള കാലത്ത് 5 ആന മേളം, പഞ്ചവാദ്യം മേളം അച്ചുണ്ണി പോളാശാൻ്റെ നേതൃത്വത്തിൽ. അങ്ങനെ കഥകളിയാണെങ്കിൽ പുറമേ നിന്ന് ആരും വിളിക്കേണ്ട ആവശ്യമില്ല. എല്ലാ മേഖലയിലും ഇവിടെ തന്നെ പ്രഗത്ഭരായ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്, ഈ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ സമയത്ത് അത്ര തമ്പുരാക്കന്മാർ ഇതിനെക്കുറിച്ച് ആലോചിക്കുക, കഥ തീരുമാനിക്കുക എന്താ വേണ്ടത്. അപ്പോൾ അങ്ങനെ എല്ലാവരെയും പോയി വിളിച്ചു കൊടുന്ന് ഗംഭീരമായ കഥകളി. അതേപോലെ കാന്തളൂർ അമ്പലം ഉത്സവം, അന്ന് നടവരമ്പത്താണ് കളി. അച്ചുണ്ണി പോളാശാൻ്റെ രാമനുണ്ണിയുടെ വീടുള്ള സ്ഥലത്ത് അണിയറയായിട്ട്. അച്ചുണ്ണി പോളാശാൻ്റെ ശിഷ്യത്വം ഇല്ല. അങ്ങനെ ആ നടവരമ്പ് മുഴുവൻ ആൾക്കാരായിട്ട്. അങ്ങനെ ഗുരുനാഥന്മാരൊക്കെ ആദ്യം എന്നെ പഠിപ്പിച്ചത് നമ്മുടെ കേരളത്തിൻ്റെ വാദ്യ കുലപതി പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാണ്. അദ്ദേഹം 90-ൽ ഇവിടെ വെള്ളിനേഴി വന്നപ്പോൾ ആദ്യം ഇവിടെ ഉളപ്പമണ്ണയുടെ അപ്പുറത്തൊരു ഔട്ട് ഹൗസ് ഉണ്ട്, അവിടെയാണ് അദ്ദേഹം വാടകയ്ക്ക് താമസിച്ചിരുന്നത്. അപ്പോൾ ഒരു ദിവസം അച്ഛൻ ഇങ്ങനെ വന്ന് ചോദിച്ചു, എനിക്ക് കൊട്ട് പഠിക്കണോ? അപ്പോൾ കൊട്ട് പഠിക്കണം, എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ അതിന് മട്ടന്നൂർ ആശാനോട് ബന്ധപ്പെടാൻ നമ്മുടെ അച്ചുണ്ണി പോളാശാൻ്റെ മകൻ രാമനുണ്ണിയേട്ടൻ മുഖാന്തരം
അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പഠിക്കാൻ താല്പര്യം. അപ്പോൾ ആശാൻ വരാൻ പറഞ്ഞു. ആശാൻ്റെ രീതിയിലൊരു എന്താ പറയുക, ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞു. ആശാൻ്റെ ആദ്യത്തെ ഇവിടുത്തെ ശിഷ്യനാണ് പറയാം. ശരി. അങ്ങനെ വെള്ളിനേഴിയിൽ. അപ്പോൾ അവിടെ കൊട്ട് തുടങ്ങി പഠനം. 90 ആരംഭിച്ചു പഠനം. ആശാനന്ന് തിരക്ക്, അതേപോലെ വിദേശ പരിപാടികൾ. അപ്പോൾ ദിവസം ക്ലാസ്സൊന്നും ഉണ്ടാവില്ല. ഒരു 3-4 വർഷത്തെ പഠനം. അത് കഴിഞ്ഞ് ആശാൻ സ്വന്തം വീട്, ആർനഗറുടെ വീട് മേടിച്ചിട്ട് അങ്ങോട്ട് താമസം മാറി. അപ്പോൾ അവിടെ പോയി വൈകുന്നേരം ക്ലാസ് ആശാൻ വിട്ട് കഴിഞ്ഞാൽ അതങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഈ കലാമണ്ഡലത്തിൽ ചേരാനുള്ള പ്രചോദനം എനിക്ക് തായമ്പക അരങ്ങേറ്റം കഴിഞ്ഞ്. അത് എവിടെ വെച്ചിട്ടായിരുന്നു? കാന്തള്ളൂർ അഗ്രശാലയിലായിരുന്നു അരങ്ങേറ്റം. അത് മട്ടന്നൂർ ആശാന്റെ കീഴിൽ കഴിഞ്ഞു. മട്ടന്നൂർ ആശാനാണ് അരങ്ങേറ്റം നടത്തിയത്. അന്ന് പ്രഗത്ഭരായ അന്നത്തെ വാദ്യ കലാകാരന്മാരെല്ലാവരും ഉണ്ടായിരുന്നു. അത് എനിക്ക് മറക്കാൻ പറ്റാത്തൊരു ദിവസമാണെന്ന്. അരങ്ങേറ്റം കഴിഞ്ഞാൽ അദ്ദേഹം എൻ്റെ ഒരു പ്രായത്തിൽ എനിക്ക് ഒരാൾക്കും ചിന്തിക്കാൻ പറ്റില്ല. എത്ര വയസ്സായി? ഒരു 15-16 വയസ്സുണ്ടാവും. 16 വയസ്സ്. അരങ്ങേറ്റം കഴിഞ്ഞ് മുതൽക്ക് തന്നെ അദ്ദേഹം അന്ന് പല്ലാവൂർ സഹോദരന്മാർ, പൂക്കാറ്റി, കല്ലൂര്, അതേപോലെ പ്രഗത്ഭരായ ആൾക്കാരുടെ മുന്നിൽ ഡബിളും ത്രിബിളും കൊട്ടി നടന്നിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അന്ന് അവർ ആരൊപ്പാണ് ഡബിൾ വെച്ചാൽ അവർ ഒരു താളം അല്ലെങ്കിൽ മെയിനായിട്ട് ഒരു വട്ടം പിടിക്കാനുള്ള ഒരാളുണ്ടാവും. ബാക്കിയൊക്കെ ആശാനാണ് ഇവിടുന്ന് കൊണ്ടുപോകുക. അങ്ങനെ ആശാൻ്റെ കൂടെ അവരുടെയൊക്കെ കൂടെ പിന്നിൽ പ്രവർത്തിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കലാമണ്ഡലത്തിൽ ചേർന്ന് അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, നമുക്ക് കലാപരമായി സ്വയം തോന്നിയതാണ്. കളിക്കൊട്ടിന് നല്ല, അതെ, കഥകളിയായിട്ട് കുട്ടിക്കാലം മുതൽ തന്നെ കഥകളി കണ്ടിട്ട് അതിനോടൊരു ഭ്രമം. അപ്പോൾ കഥകളിക്കൊട്ട് പഠിക്കണം, അതിലെങ്ങനെയെങ്കിലും നേരെയാവാൻ ഉയരണം എന്നുള്ളൊരു മോഹം. അത് മാത്രമല്ല, പിന്നെ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കലാകാരമായിട്ടുള്ളൊരു ബന്ധമില്ല. അപ്പോൾ നമ്മൾ വെറുതെ ഒരു കുടുംബത്തിലെ അമ്മയുടെ അച്ഛൻ, അമ്മയ്ക്ക് 12 വയസ്സുള്ളപ്പറ്റേ മരിച്ചു. അദ്ദേഹം കേമനായൊരു തായമ്പക്കാരനായിരുന്നു അത്ര. അങ്ങനെ ഒരു കേട്ടറിവുണ്ട്. ചെത്തല്ലൂര് നമ്പ്യാർ. അന്ന് ആ കാലത്ത് ഒരു നല്ലൊരു തായമ്പക്കാരനായിരുന്നു അത്ര. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരാളെ ഇതായിട്ട് മാത്രം ആയാൽ ഒരു ഉയർച്ച ഉണ്ടാവില്ല. അതൊരു സ്ഥാപനത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ബോധം വന്ന് കുറച്ചും കൂടി ഗുണമുണ്ടാവും തോന്നി. അങ്ങനെ കലാമണ്ഡലത്തിൽ ചേരാനൊരു മോഹം. അതും ഈ രാമനുണ്ണിയേട്ടനോട് തന്നെയാണ് അച്ഛൻ മട്ടന്നൂരാശാൻ വഴി ആഗ്രഹം പ്രകടിപ്പിച്ചത്. മട്ടന്നൂരാശാൻ അപ്പോൾ അതിന് അനുവാദം സന്തോഷപൂർവ്വം തന്നു. മട്ടന്നൂരാശാൻ തന്നെ സംസാരിച്ചിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ 94-95 കാലഘട്ടത്തിലാണ് കലാമണ്ഡലത്തിൽ പഠിക്കാൻ ചേർന്നത്. എത്ര കൊല്ലം പഠിച്ചു അവിടെ? അന്നത്തെ പഠന രീതി ഡിപ്ലോമ 4 വർഷം. അത് കഴിഞ്ഞ് 1 കൊല്ലം പോസ്റ്റ് ഡിപ്ലോമ. അങ്ങനെ. ആരായിരുന്നു ആശാന്മാർ? ആശാന്മാർ അന്ന് അവിടെ ചെണ്ടയ്ക്ക് ഉണ്ടായിരുന്നത് ബഹുമാനപ്പെട്ട നമ്മൾ ഉണ്ണീഷ്ണാശാൻ മുതൽക്ക്. ഉണ്ണീഷ്ണാശാനാണ് ചെണ്ടയുടെ അധ്യക്ഷൻ. ഉണ്ണീഷ്ണാശാൻ, ബലരാമാശാൻ, പിന്നെ രാധാകൃഷ്ണ ആശാൻ, വിജയകൃഷ്ണാശാൻ, പിന്നെ സാക്ഷാൽ വാരണാസിയുടെ അവരുടെ മകൻ പഠിപ്പിച്ചിട്ടുണ്ടോ? അവർ ചെല്ലിയോട്ട കളരിയിലായിരുന്നു അന്ന്. പിന്നെ മൂസാശാൻ എന്ന് പറയും, വാരണാസിയുടെ മകൻ. പിന്നെ ഗുരുവായൂർ രാജാശാൻ. ഇത്രയും പേരാണ് അവിടെ ചെണ്ട അധ്യാപകരായിട്ട്, ഗുരുനാഥന്മാരായിട്ടുണ്ടായിരുന്നു. പ്രധാനമായിട്ട് പഠിപ്പിച്ച പ്രധാനപ്പെട്ട് ഞാൻ ഇവിടുന്ന് പഠിച്ചു പോകേണ്ടതാണോ എന്താണോ എന്നറിയില്ല. എന്നെ ആദ്യം തന്നെ 1-ാം വർഷം തന്നെ ഉണ്ണീഷ്ണാശാൻ ബെല്ലാമാശാൻ്റെ കളരിയിലേക്കാണ് വിട്ടത്. അപ്പോൾ ശരിക്കും ബെല്ലാമാശാനും ഉണ്ണീഷ്ണാശാനും സീനിയറായിട്ടുള്ള 3-4 വർഷക്കാരെ. ആരായിരുന്നു അതിൽ സീനിയർ? പഠിച്ചതിൽ ബലരാമാശാനാണെങ്കിലും ജോലിയുടെ കാര്യത്തിൽ ആദ്യം ജോലി കിട്ടിയത് സർവീസ് കൂടും. അപ്പോൾ ചെണ്ട അധ്യക്ഷൻ ഉണ്ണീഷ്ണാശാനായിരുന്നു. അതൊരു നല്ല അനുഭവമായിട്ടുണ്ടാവും. നല്ല അനുഭവമാണ്. ആ ഈ ഡിപ്ലോമയ്ക്ക് പഠിക്കുന്ന കാലഘട്ടത്തിൽ അവിടെ സ്കൂൾ ആരംഭിച്ചിട്ടില്ലേ? സ്കൂള് 8, 9, 10 അന്ന് തുടങ്ങിയിരുന്നു. ഞാനിവിടുന്ന് SLC കഴിഞ്ഞിട്ട് അന്ന് അച്ഛനോട് പറഞ്ഞ സമയത്ത് കുറച്ചും കൂടി പഠിച്ചിട്ടാവാം
അപ്പോൾ അന്ന് അങ്ങനെ SLC കഴിഞ്ഞ വർഷം എനിക്ക് പോകാൻ പറ്റിയില്ല. പിന്നെ അന്ന് പ്രീ ഡിഗ്രിയാണ്. അത് കഴിഞ്ഞിട്ടാണ്, അതിന് ശേഷമാണ് ഞാൻ കലാമണ്ഡലത്തിൽ ചേർന്നത്. അപ്പോൾ സ്കൂൾ വിദ്യാഭ്യാസം അവിടെ ഉണ്ടായിട്ടില്ല. പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ടാണ് കലാമണ്ഡലത്തിൽ ചേർന്നത്. ശരി. പ്രീ ഡിഗ്രി ഇവിടെ എവിടെ പഠിച്ചിരുന്നത്? പ്രീ ഡിഗ്രി അന്ന് പ്രൈവറ്റ് കോളേജായ ധർമ്മശാസ്ത്ര കോളേജ് ചെർപ്പളശ്ശേരി. ശരി. ആരൊക്കെ ഒപ്പം പഠിച്ച? ഒപ്പം എൻ്റെ ബാച്ചിലുണ്ടായിരുന്നത് ഒരു പാലക്കാട്ടിൽ നിന്ന് ഞാനും ഒരു അശോകൻ എന്ന് പറയും, പല്ലശനക്കാരനാണ്. അദ്ദേഹം ഫീൽഡിലുണ്ട്. പിന്നെ ഒക്കെ തെക്കുള്ള ആൾക്കാരാണ്. ശ്രീകുമാർ പിന്നെ ഒരു സജിരാജ് ഉണ്ടായിരുന്നു, പിന്നെ രാജേഷ്, വിനുശങ്കർ, അങ്ങനെ പറഞ്ഞിട്ട് ഒരു 5-6 കുട്ടികൾ. പക്ഷെ ഞാൻ പഠിച്ചത് എൻ്റെ തൊട്ട് മീതുള്ള ബെല്ലാമാശാൻ്റെ കളരിയിൽ അന്ന് ഉണ്ടായിരുന്നത് ഒരു ശ്രീകാന്ത് വർമ്മ ഉണ്ട്, മാവേലി കര. ശ്രീകാന്ത് വർമ്മ, അതിൻ്റെ തൊട്ട് മീതുള്ള ഒരു രാധാകൃഷ്ണൻ, കണ്ണൂരുകാരനാണ്, അയാളുണ്ടായിരുന്നു. പിന്നെ പുരുഷോത്തമൻ. അവർ ഈ കളിക്കൊട്ടിനൊക്കെ സാധാരണ പോയി കൊണ്ടിരുന്നില്ലേ? ഉണ്ടായിരുന്നു. ട്രൂപ്പിന് വരുന്ന കളിക്കും പറഞ്ഞിട്ട് ട്രൂപ്പിൽ വെച്ചാൽ അന്ന് അവസരങ്ങൾ കമ്മിയാണ്. അവസരങ്ങൾ കമ്മി വെച്ചാൽ അങ്ങനെയല്ല, അന്ന് ആശാമാരായിരിക്കും എല്ലാ മെയിൻ വേഷങ്ങൾക്ക്. അല്ല, എന്നാലും ഒപ്പം പോയിട്ടുണ്ട്. ഉണ്ണീഷാശാൻ്റെയും മെൽനാമാശാൻ്റെ ഒക്കെ കൂടെ തെക്ക് അവർക്ക് പ്രൈവറ്റ് കളി ഉണ്ടാകുമ്പോൾ എന്നെ ധാരാളം കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ ഒരു അരങ്ങ് പരിചയം, കേളിയോ പുറപ്പാടോ എന്തെങ്കിലുമൊക്കെ കൊട്ടാൻ തരാവും, അങ്ങനെ കുറേ ഉണ്ടായിട്ടുണ്ട്. ശരി. കലാശങ്ങൾ ചെറിയ ചെറിയ വേഷങ്ങൾ അത്രയേ ഉള്ളൂ. അതൊക്കെ അഷ്ടകലാശം അന്ന് പഠിക്കണ കാലത്തില്ല. ചെറിയ പുറപ്പാടന്നെ മാക്സിമം കൊട്ടാൻ തരാവും. പഠിപ്പിച്ചിരുന്നു അത്? കലാമണ്ഡലത്തിൽ അതിൻ്റെ ഒരു സിലബസ് ഉണ്ടായിരുന്നു ഞങ്ങൾ പഠിക്കുമ്പോൾ. ശരി. അത് 1-ാം വർഷം ഞാൻ ഇവിടുന്ന് കഴിഞ്ഞു പോകുന്നുണ്ട്. ശരിക്കും തായമ്പക, പുറപ്പാട്, മേളപ്പദം 1-ാം വർഷം അതിൻ്റെ അടിസ്ഥാന കാര്യങ്ങളാണ് പഠിപ്പിക്കുക. തായമ്പകയുടെ അടിസ്ഥാനം പഠിപ്പിക്കും. പക്ഷേ ഞാൻ പഠിച്ചു പോകൊണ്ട് എനിക്ക് അത് അവിടെ ആദ്യം ഉണ്ടായില്ല. പുറപ്പാട്, മേളപ്പദം. അത് കഴിഞ്ഞ് 2-ാം വർഷമാണ് ഈ പകുതി പുറപ്പാട്, കേളി, ചെറിയ ചെറിയ വട്ടമച്ചലാശങ്ങൾ. തോടയം മദ്ദളക്കാർക്കല്ലേ ഉള്ളൂ, ചെണ്ട വേണ്ട. അങ്ങനെ 3-ാം വർഷം എടുത്തു കലാശം, അതേപോലെ താടി തെരന്നോക്ക്, കത്തി തെരന്നോക്ക്. അങ്ങനെ ഈ തെരന്നോക്കുകൾക്ക് വ്യത്യാസമുണ്ടോ? തെരന്നോക്കുകൾക്ക് താടി തെരന്നോക്ക് എന്നെ പോലെ അല്ലല്ലോ കത്തി തെരന്നോക്ക്, പതിഞ്ഞതാണ്. താടി തെരന്നോക്ക് വ്യത്യാസമുണ്ട്. അതിനനുസരിച്ച് പ്രയോഗിച്ചുകൊണ്ടിരിക്കണം. വേഷങ്ങൾ നിന്ന് ആടുമ്പോൾ മുദ്രക്കനുസരിച്ചാണല്ലോ അതെ പ്രയോഗിക്കുന്നത്. എല്ലാ കഥകളുടെ കളിക്കും അങ്ങ് ചെയ്തിട്ടില്ലേ? അന്ന് അങ്ങനെ കോട്ടയം കഥകൾ മാത്രമാണ് അവിടെ പ്രധാനമായിട്ടുള്ളത് ചൊല്ലി ആടിക്കുള്ളൂ. അതെങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ 2 കളരിയാണ് പ്രധാനമായിട്ട് വടക്കൻ കളരിയിൽ. ഷാരുടിയാശാൻ്റെ കളരിയാണ് മെയിൻ കളരി. അത് കഴിഞ്ഞ് സുബ്രഹ്മണ്യാശാൻ്റെ കളരി അയാൾ എൻഗണവ അല്ലെങ്കിൽ അതേപോലുള്ള ചെറിയ ഇതേ ഉള്ളൂ. അപ്പം ഞങ്ങൾ ഈ 4 ബാച്ചിലും അല്ല, അതുപോലുള്ള ചെറിയ കുട്ടിത്തരം ഇടയ്ക്ക കളരിയിൽ പ്രാക്ടീസ് ഒന്നുമില്ല. അത് അരങ്ങത്ത് പോയിട്ട് ചെയ്യുക, അത്ര തന്നെയുള്ളൂ. അപ്പോൾ അന്ന് കളരിയിലും ഇത് പറഞ്ഞ പോലെ കൊട്ടാൻ അത്ര കിട്ടില്ല. കാരണം ഞങ്ങൾ 4 ബാച്ചിൽ 2, 3, 4 വർഷക്കാരുണ്ട്. അപ്പോൾ ഈ 2 കളരിയേ ഉള്ളൂ ആകെ. വടക്കനിൽ ഷാരുടിയാശാൻ്റെ മെയിൻ കളരി, അതേപോലെ സുബ്രഹ്മണ്യാശാൻ്റെ കളരി. തെക്കനിൽ രാജശേഖരാശാൻ്റെ കളരി, പിന്നെ പ്രസന്നാശാണ്ട്. അവരുടെ 2 കളരികളാണുള്ളത്. അപ്പോൾ ഈ ഓരോ ദിവസം ഉണ്ണീഷാശാൻ്റെ കളരിയിൽ നിന്ന് ആരെങ്കിലും പോവും, വെല്ലാമാശാൻ്റെ കളരിയിൽ നിന്ന്. അങ്ങനെ 2 പേർക്ക് ഒരു ദിവസം പോവാം. അങ്ങനെ ചിലപ്പോൾ ആഴ്ചയിലൊന്നോ 2 ആഴ്ച കൂടുമ്പോഴൊക്കെയാണ് ഒരു ചൊല്ലിയാട്ടത്തിന് തരാവുള്ളൂ, കൊട്ടാൻ തരാവുള്ളൂ. അതിപ്പോഴും അങ്ങനെയാണോ? ഇപ്പോൾ അങ്ങനെയല്ല, ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് തോന്നുന്നുണ്ട്. കളരികളുടെ എണ്ണം കൂടി. അന്നത്തെ ഈ പഠന ശൈലി എങ്ങനെയായിരുന്നു? പഠന ശൈലി രാവിലെ 4:30 മണി മുതൽക്ക് വേണം 6:30 മണി വരെ സാധകം തന്നെ ചെയ്യണം. അത് സാധകത്തിന് അന്ന് വിജയേഷണാശാൻ, മൂസാശാൻ, രാജാശാൻ അങ്ങനെയുള്ളവരാണ് വരിക.
സീനിയറായിട്ടുള്ള ആൾക്കാരില്ല. പക്ഷെ ഉണ്ണീഷ്ണാശാൻ നിർബന്ധമാണ്. ആഴ്ചയിൽ ഒരു ദിവസം ആശാൻ്റെ സാധകമുണ്ട്. വിസിറ്റ് ചെയ്യല്ല, ആശാൻ്റെ സാധകം നിർബന്ധമാണ്. ശരി. ആശാൻ ഒരു ആഴ്ചയിൽ ഒരു ദിവസം നിർബന്ധമാണ്. അന്ന് 4 മണിയാകുമ്പോഴേക്ക് ആശാൻ കളരിയിലുണ്ടാവും. നമ്മൾ 4 മണിക്ക് അവിടെ ഉണ്ടാവും. 6:30 മണി വരെ അല്ല 7 മണി വരെയൊക്കെ സാധകം ഉണ്ടാവും. ഈ സാധകം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആശാൻ ഈ മേളപ്പദത്തിൻ്റെ ഇരട്ടിവട്ടം മുതൽക്ക് എല്ലാവരെയും കൊട്ടിക്കും. ശരി. ഞാൻ മനസ്സിലാക്കിയത് കോല് തമ്മിലുള്ള വഴക്കം വരാനായിരിക്കും എന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവരെയും അത് ചെയ്തിട്ട് ആണ് അപ്പോഴേക്ക് ഒരു 7 മണിയൊക്കെ ആവും സാധകം കഴിഞ്ഞ് പോകുമ്പോഴേക്കും. മേളപ്പദമായിട്ട് വേറെ പഠിപ്പിക്കാറുണ്ടോ? മേളപ്പദമായിട്ട് വേറെ പഠിപ്പിക്കും. പുറപ്പാട് മേളപ്പദം ചിട്ടയായിട്ട് അതിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ പഠിപ്പിക്കും തുടക്കം മുതൽ. എങ്ങനെ പിന്നീട് ഇപ്പോഴത്തെ ലൈഫ് ജീവിത രീതി ഇപ്പോൾ ഒരുപാട് ശിഷ്യന്മാരുണ്ട്, ദിവസവും പഠിപ്പിക്കാൻ പോകും. അത് ഞാൻ ആദ്യം കലാമണ്ഡലത്തിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് അത്ര കളിയരങ്ങുകളൊന്നുമില്ല. ഇവിടെ മെയിൻ പ്രാദേശികമായിട്ടുള്ള കഥകൾക്ക് എന്തായാലും വെല്ലാമാശാനും ഉണ്ണീഷ്ണാശാൻ, അത് കഴിഞ്ഞ് ബാലസുന്ദരേട്ടൻ, നന്ദുവേട്ടനൊക്കെ അന്ന് ഇവിടെ എല്ലാ കളികൾക്കും ഉള്ളൊരു സമയമായിരുന്നു. അപ്പം ഞാനും ഇടയ്ക്കൊക്കെ എവിടെയെങ്കിലുമൊക്കെ പതിവുണ്ട്, ഒരു 5-മനൊക്കെ ആയിട്ട്. അപ്പം അന്ന് കേളിയോ അല്ലെങ്കിൽ മാക്സിമം പുറപ്പാട് അത്രേ കൊട്ടാൻ തരാവുള്ളൂ. പുറപ്പാട് കഴിഞ്ഞ് മേളപ്പദം നമ്മുടെ കളിയരങ്ങുകളിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. തെക്കോട്ട് പോയി കഴിഞ്ഞാൽ പുറപ്പാടും മേളപ്പദമൊക്കെ ഉണ്ടാവും എന്നല്ലാതെ നമ്മുടെ ഈ ഭാഗത്ത് മേളപ്പദത്തിനൊരു പ്രാധാന്യം ഉണ്ടായിട്ടില്ല. കലാമണ്ഡലത്തിൽ അരങ്ങേറ്റമുള്ള സമയത്ത് പോയി ചെയ്തു എന്നല്ലാതെ ഇവിടെ വേദികളിൽ പുറപ്പാട് മേളപ്പദം കൊട്ടേണ്ടി വന്നിട്ടില്ല. ഇതിൻ്റെ ഒരു വേറൊരു രൂപമാണല്ലോ മറ്റേ ഈ ദേശപ്പാനയ്ക്ക് ഉപയോഗിക്കുന്നത്. പാന അങ്ങ് അതിൽ പങ്കെടുക്കാറുണ്ടല്ലോ? ഞാൻ ഏകദേശം ഒരു 35 വർഷത്തിൽ മീതെയായിട്ട് പങ്കെടുക്കുന്നു. ഒരു 5-8 വയസ്സ് മുതൽക്ക് ഞാൻ തിരുവിച്ചിൽ പാനയാണ് ആദ്യം പഠിപ്പിക്കുക. പാനപ്പിടുത്തം, തിരുവിച്ചിൽ, അത് കഴിഞ്ഞിട്ട് പൂജ, അത് കഴിഞ്ഞിട്ടാണ് പൂജ. ഈ പൂജാ സമ്പ്രദായങ്ങളൊക്കെ അറിയുമോ? പൂജ സമ്പ്രദായം ഞാൻ ചെയ്തിട്ടില്ല, അത് കണ്ടിട്ടുള്ള പരിചയമുള്ളൂ. തിരുവിച്ചിൽ വരെ ഒക്കെ ചെയ്തിട്ടുണ്ട്. അച്ഛനും അച്ഛൻ്റെ പ്രായത്തിലുള്ള കുറച്ച് ഒരു 5-8 വീട്ടിലെ ആൾക്കാരാണ് ഇവിടുത്തെ പാനയുടെ ആൾക്കാർ. അപ്പം അച്ഛന് വയ്യാതെ ശേഷം വേറെ 2-3 ആൾക്കാർ, പിണ്ടാലിലെ ശിവേട്ടൻ എന്ന് പറയും, അതേപോലെ വാഴയിലെ ഹരിയേട്ടൻ, അങ്ങനെ 2-3 ആൾക്കാരാണ് ഇപ്പോൾ പൂജ ചെയ്യുന്ന ആൾക്കാർ. അല്ല, കൊണ്ടു നടക്കാൻ അങ്ങനെ എല്ലാവരും ഉണ്ട്, പക്ഷേ പൂജ ചെയ്യാനുള്ള ആൾക്കാർ അവർ 2-3 പേരാണ്. എന്താ ഇത് രണ്ടും കൂടിയുള്ള ബന്ധം വരുന്നത്? ഏത്? കഥകളിക്കൊട്ടും ഈ പാനയ്ക്കുള്ള കൊട്ടും തമ്മിൽ? കഥകളിക്കൊട്ടും പാനക്കൊട്ടും തമ്മിൽ നൃത്തമുണ്ട്, കഥകളിക്കുണ്ട് നൃത്തം. ഒരു ബന്ധവുമില്ല, രണ്ടും ഒരു ബന്ധവുമില്ല. രണ്ടും 2 ധ്രുവങ്ങളിൽ നിൽക്കണ ഇതാണ്. അപ്പോൾ ഈ കലാമണ്ഡലത്തിൽ പോകുന്നതിൻ്റെ മുമ്പ് തന്നെ പാനയ്ക്ക് ഞാൻ പാന കൊട്ടലത് കഴിഞ്ഞിട്ടാണ്. കൊട്ടൽ കലാമണ്ഡലത്തിൽ നിന്ന് വന്നതിന് ശേഷം കളിക്കൽ ആണ്. ഈ 8 വയസ്സ് മുതൽക്ക് ഏകദേശം ഞാൻ കളിക്കാൻ പാനയ്ക്ക് പിടിക്കുക, അതേപോലെ പറയിൽ താളം പിടിക്കും. അങ്ങനെ ആയിട്ട് ഒരു താളബോധം ആ കാലം മുതൽ ഉണ്ട്. അന്ന് കല്ലുഴി കൃഷ്ണൻകുട്ടിയേട്ടൻ എന്ന് പറയും, അദ്ദേഹം വല്യപ്പം മരിച്ചു. അദ്ദേഹം ഞാൻ കാണുന്ന മുതൽക്ക് അദ്ദേഹമാണ് പാനയ്ക്ക് കൊട്ടാനുള്ള ആളുണ്ടായിരുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ, അദ്ദേഹത്തിൻ്റെ ഒപ്പം വന്നിട്ട് കല്ലുഴി നമ്പീശൻ, പാനയുടെ സമ്പ്രദായം. ഇപ്പോൾ അയാളാണ് മുരളി നമ്പീശൻ കല്ലുഴി. ഇപ്പോൾ ഇവിടെയൊക്കെ വന്ന് പാനയ്ക്ക് ഇപ്പോഴും അദ്ദേഹമാണ്. കൃഷ്ണൻകുട്ടിയേട്ടൻ മരിച്ചതിന് ശേഷം പ്രധാനമായിട്ട് അയാളാണ് വരൽ. പിന്നെ ഞങ്ങളൊക്കെ കൂടും. കലാമണ്ഡലത്തിലേക്ക് തന്നെ തിരിച്ചു വരാം അല്ലേ? അങ്ങനെ അരങ്ങേറ്റം സമയത്ത് ആർക്കായിരുന്നു ഒപ്പം ഉണ്ടായിരുന്നത്? ഞാൻ സാധാരണ കലാമണ്ഡലത്തിൻ്റെ അരങ്ങേറ്റത്തിൻ്റെ രീതി എങ്ങനെയാ വെച്ചാൽ 3-ാമത്തെ വർഷമാണ് സാധാരണ അരങ്ങേറ്റം. എൻ്റെ 2-ാം വർഷത്തിൽ അരങ്ങേറ്റം കഴിഞ്ഞു. കാരണം എന്താ വെച്ചാൽ അത് ഈ
തൊട്ട് മുകളിലുള്ള ആൾക്കാർ പോയി കഴിഞ്ഞാൽ പിന്നെ കൊട്ടാനുള്ള ആൾക്കാരില്ല. ട്രൂപ്പ് കളിയൊക്കെ വരികയാണെങ്കിൽ ആശാന്മാരുടെ ഒപ്പം പോകണമെങ്കിൽ ഇല്ല. അതായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. രണ്ടാമത്തെ വർഷം ഒരു നവരാത്രി കാലത്താണ് പുറപ്പാട് മേളപ്പദം. അത് 96 95 ആണ് ഞാൻ ചേർന്നത്. അപ്പോൾ 96 നവരാത്രി കാലത്താണ് പുറപ്പാട് മേളപ്പദം അരങ്ങേറ്റം. അന്ന് ഞങ്ങൾ 3 പേരെ അരങ്ങേറ്റം ഉണ്ടായത്. ഞാൻ, പിന്നെ ഒരു ശ്രീകുമാർ തെക്കുള്ള ആളാണ്, അതേപോലെ ഒരു സജിരാജ്, അയാളും തെക്കുള്ള ആളാണ്. അയാളിപ്പോൾ ഫീൽഡിലുണ്ടോ ശല്യ. ശ്രീകുമാറുണ്ട്. അന്നത്തെ അവിടുത്തെ പ്രധാനപ്പെട്ട കലാകാരന്മാരായിരിക്കും വേഷത്തിൽ അന്ന് പാട്ടിലെ? എനിക്ക് പ്രധാനപ്പെട്ട ഗുരുനാഥന്മാരുള്ള സമയത്ത് തന്നെ അവിടെ പഠിക്കാൻ കഴിഞ്ഞു. രാമുട്ടിയാശാനും പത്മാശാനും ഗോപിയാശാനും ഇല്ലായുള്ളൂ. വിജയാശാൻ മുതൽക്ക് ഇങ്ങട് വിജയാശാൻ, MBS ആശാൻ, ഷാരുടി ആശാൻ, ബാലസുബ്രഹ്മണ്യാശാൻ, കലാമണ്ഡലം കെ ഗോപാലകൃഷ്ണാശാൻ കളത്തിലെ. അതെ. അത് കഴിഞ്ഞ രാമദാസ് ആശാൻ, പിന്നെ കൃഷ്ണകുമാർ ഏറ്റവും ജൂനിയറായിട്ടുള്ള അധ്യാപകൻ അന്ന് കൃഷ്ണകുമാർ ആശാനായിരുന്നു. ഇത്രയും അധ്യാപകരുണ്ടായിരുന്നു അവിടെ. ഇവരുടെ എല്ലാ വേഷത്തിനും കൊട്ടിയിട്ടുണ്ട്? ഇല്ല, വേഷത്തിനൊന്നും കൊട്ടാൻ അതിന് അതിൻ്റെ ഒരു പ്രൊസീജിയർ ഉണ്ടല്ലോ, ഒരു ഇതുണ്ടല്ലോ, അതിന് ആശാമാരനെ കൊട്ടുള്ളൂ. കോഴ്സ് കഴിഞ്ഞതിന് ശേഷം അങ്ങ് ഏത് ഫീൽഡാണ് കാര്യമായിട്ട് ഉപയോഗിക്കുന്നത്? എനിക്ക് കഥകളിക്കൊട്ടിനോട് തന്നെയായിരുന്നു കൂടുതൽ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അന്ന് കളികളൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ ഇവിടെയൊക്കെ കളി ഉണ്ടെങ്കിൽ ഒക്കെ മെയിൻ കളികളാവും, വലിയ വലിയ ആശാന്മാരുടെ കളികളാവും. ഇന്നത്തെ പോലെ ഇന്നിപ്പോൾ പലരും ഇപ്പോൾ കൃഷ്ണൻകുട്ടി ആശാൻ ആണെങ്കിലും ഒക്കെ ചെറുപ്പക്കാർ പിള്ളേർ കൊട്ടാൻ പറ്റുന്ന പിള്ളേർ കൊട്ടുന്നുണ്ട്, ധാരാളം കണ്ടിട്ടുണ്ട്. പക്ഷെ അന്നിപ്പോൾ കൃഷ്ണൻകുട്ടി ആശാനാണെങ്കിൽ അതിൻ്റെ ആ ലെവലിലുള്ള ഉണ്ണീഷ്ണാശാൻ അല്ലെങ്കിൽ ബലരാമാശാൻ അതുപോലുള്ള ആൾക്കാരനെ കൊട്ടുള്ളൂ. നമുക്കൊന്നും ചിന്തിക്കാൻ തന്നെ പറ്റില്ല കൊട്ടാൻ. അങ്ങനെ ഇപ്പോൾ അതിന് മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം മിടുക്കന്മാരായ ആൾക്കാർക്കും ഇപ്പോൾ അടുത്ത കാലത്ത് തന്നെ പല ചെറുപ്പക്കാർ കുട്ടികൾ തന്നെ കൊട്ടുന്നുണ്ട്. കൃഷ്ണൻകുട്ടി ആശാൻ്റെ വേഷത്തിനൊക്കെ കൊട്ടുന്നുണ്ട്. അന്ന് കളിക്കാൻ അങ്ങനെ മുഴുനീളം കളിക്കൊന്നും കൊട്ടാൻ തരായില്ല. അന്നൊക്കെ പുല്ലരും വരെ കളിയുണ്ട്. അന്ന് ഈ ഒരു മുഴുനീളം കളിക്ക് കൊട്ടാൻ പറ്റിയത് എങ്ങനെയാ വെച്ചാൽ, ഞാനിവിടെ അന്നത്ര തിരക്കൊന്നുമില്ല. ഒരു ശിവരാത്രിക്കാണ്, ചെറിയ എന്തോ പരിപാടിയായിട്ടേ ഉള്ളൂ. പരിപാടി കഴിഞ്ഞ് ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഒരു സന്ധ്യ നേരത്ത് KB രാജാനന്ദേട്ടനും അവിടെ കാർമണ്ണ ഒരു പെട്ടിക്കാരുണ്ടായിരുന്നു, ബാലേട്ടെന്ന് പറഞ്ഞിട്ട്. എങ്ങനെയാണ് എന്നെ അറിഞ്ഞതൊന്നും എനിക്കറിയില്ല. അപ്പോൾ അവർ പെട്ടെന്നൊരു വണ്ടിയിൽ സന്ധ്യയാകുമ്പോൾ വന്നു. അത് കളിക്ക് ഏൽപ്പിച്ച ആൾ വന്നിട്ടില്ല. അപ്പോൾ ഒന്ന് നടത്തി തരണം, കളിക്ക് വരണം, ഒന്നും വിചാരിക്കരുത് പറഞ്ഞു. ഞാനങ്ങനെ അന്നിപ്പോൾ എന്താണ് അവിടെ കളിയെന്നൊന്നും എനിക്കറിയില്ല. ഞാനവിടെ കളിക്ക് പോയപ്പോഴാണ് അനവധി വേഷങ്ങളുണ്ട്, തയ്യാറാവുന്നുണ്ട്. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. എനിക്കങ്ങനെ ആദ്യാവസാന വേഷങ്ങൾക്ക് കൊട്ടിയ ഒരു പരിചയമില്ല. ഒറ്റയ്ക്ക് പുലരും വരെ കൊട്ടേണ്ടി വന്നു. അത് വേറെ ആരുമില്ല. അപ്പം അന്ന് സന്താനഗോപാലം കിരാതമാണ് കഥ. ശിവരാത്രിയാണോ? ശിവരാത്രി കളിയാണ്. അത് കോട്ടയ്ക്കൽ ശിവരാമാശാൻ്റെ വീടിനടുത്ത് ഒരു അമ്പലത്തിലാണ്. അന്ന് തൃപ്പൂണിത്തറ വനിതാ കഥകളി സംഘമാണ്, അവരെയാണ് കളി ഉണ്ടായിരുന്നത്. എനിക്ക് അവരുടെ വേഷത്തിന് കൊട്ടിയിട്ടൊന്നും ഒരു പരിചയമില്ല. അവരുടെ സന്താനഗോപാലം, അത് കഴിഞ്ഞ് കോട്ടയ്ക്കൽ ശിവരാമാശാൻ്റെ കിരാതം, കാട്ടാളൻ. അങ്ങനെ ഒരു വലിയൊരു ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. അത് ആ സമയത്ത് വേറെ ആർക്കും കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ എനിക്ക് എനിക്കൊന്നും കൊട്ടാറിയില്ല. ആദ്യാവസാന വേഷങ്ങൾക്കൊന്നും ഞാൻ കൊട്ടിയിട്ടില്ല. അങ്ങനെ കണ്ട് പരിചയം ഉണ്ടെന്നല്ലാതെ. അന്ന് പാട്ട് സുബ്രഹ്മണ്യാശാനായിരുന്നു പാട്ടിന്. ആശാൻ ധൈര്യം തന്നു. അങ്ങനെ എനിക്കൊന്നും അറിയില്ല ആശാൻ കൊട്ടാൻ. ഒന്നും സാരമില്ല, കലാമണ്ഡലത്തിൽ പഠിച്ചാലേ എങ്ങനെയെങ്കിലുമൊക്കെ കഴിഞ്ഞോളും. വെള്ളിനേഴിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രഗത്ഭരായ കലാകാരന്മാർ ഇവിടെ നിന്നാണ് ലോകത്തിന് സംഭാവന ചെയ്തിരുന്ന പറയുന്നുണ്ട്. ഇവരുടെയൊക്കെ വേഷത്തിൻ്റെ ഒപ്പം കൊട്ടാൻ തരായിട്ടുണ്ടോ? ഒറ്റയ്ക്ക് കൊട്ടാൻ തരായില്ല. ആശാന്മാരുടെ കൂടെയൊക്കെ ഡബിള് അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് എനിക്ക് രാമുട്ടി ആശാൻ
എൻ്റെ പോലുള്ള വേഷങ്ങൾക്ക് തന്നെ എനിക്ക് തരായിട്ടുണ്ട്. പരശുരാമനൊക്കെ കൊട്ടി? പരശുരാമൻ രാമട്ടിയാശാൻ്റെ വേഷത്തിന് കൊട്ടിയില്ല, സോമേട്ടൻ്റെ ഒക്കെ വേഷത്തിന് കൊട്ടാൻ, രണ്ടാമനായിട്ടൊക്കെ കൊട്ടാൻ തരായിട്ടുണ്ട്. ശരി. കീഴ്പ്പടം കുമാരനായരുടെ വേഷം തരായില്ല, ധാരാളം വേഷങ്ങൾ കണ്ടിട്ടുണ്ട്. നാണുആശാൻ്റെ വേഷം അടക്കം 1 2 എനിക്കൊന്നും കാണാനോ അതിനെ കുറിച്ച് മഹിമ മനസ്സിലാക്കാനോ ഒന്നും അറിയില്ല. ചെറിയ കുട്ടിയാകുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. ശരി. അത് എന്നാലും കലാമണ്ഡലത്തിൽ ആദ്യം പുറപ്പാട് മേളപ്പദം അരങ്ങേറ്റം ചെയ്യും. നമ്മളിവിടെ നിന്ന് അരങ്ങേറ്റം കഴിഞ്ഞ് പോയാലും അവിടെ പുറപ്പാട് മേളപ്പദം വേറെ അരങ്ങേറ്റം ഉണ്ട്. ആരൊക്കെയാണ് പാട്ട്, മദ്ദളം, മറ്റുള്ള? അരങ്ങേറ്റത്തിന് ചെണ്ട എൻ്റെ ഒപ്പം ശ്രീകുമാറും സജിരാജും 2 പേര്, 3 പേരുടെ അരങ്ങേറ്റമായിരുന്നു. മദ്ദളത്തിന് എൻ്റെ ഓർമ്മയിൽ അന്ന് മദ്ദളക്കാരും അരങ്ങേറ്റത്തിന് ഉണ്ടായിരുന്നില്ല തോന്നുന്നുണ്ട്. 3ാം വർഷം 4ാം വർഷം പഠിക്കുന്ന ആൾക്കാരായിരുന്നു. അന്ന് കല്ലൂഴി ശശി എന്ന് പറയും, അദ്ദേഹം ഇന്നിപ്പോൾ ഇല്ല, അദ്ദേഹം മരിച്ചുപോയി. പിന്നെ ഒരു അനന്തകൃഷ്ണൻ, തൊട്ട് മേലെ പഠിച്ചിരുന്ന ഒരു അനന്തകൃഷ്ണൻ, അവർ 2 ആളും ആയിരുന്നു എന്നാണ് ഓർമ്മ. പാട്ടിനൊരു കോഴിക്കോട് ഉള്ള ഒരാൾ, പേര് ഓർമ്മയില്ല, കലാമണ്ഡലത്തിൽ നിന്ന് പഠിച്ച് തോറ്റു പോയിട്ട് പിന്നെ രണ്ടാമത് ആദ്യം വന്ന് പരീക്ഷ എഴുതി വീണ്ടും വന്ന് ആ സമയത്താണ് അരങ്ങേറ്റം കഴിച്ചത്. പേര് ഓർമ്മയില്ല, ഇപ്പം ഇല്ല, ഈ രംഗത്തില്ല തോന്നുന്നുണ്ട്. അങ്ങനെ അവരായിരുന്നു അരങ്ങേറ്റത്തിന് ഒപ്പം ഉണ്ടായിരുന്നത്. എന്തുകൊണ്ട് ഇപ്പം ഈ രംഗത്തില്ല എന്നുള്ള, ജീവിക്കാൻ മറ്റു മാർഗങ്ങളില്ല? അങ്ങനെയായിരിക്കും. അദ്ദേഹം ഒരു നമ്പൂതിരിയായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഇതില്ലെങ്കിലും അല്ലെങ്കിൽ അവസരങ്ങൾ കിട്ടാനായിട്ടാണോ അറിയില്ല. ഇപ്പോൾ അയാളെക്കുറിച്ച് അറിയില്ല, കോഴിക്കോട്ടുകാരനാണെന്നേ അറിയുള്ളൂ. ഈ കോഴ്സിന് ശേഷം അങ്ങ് എങ്ങനെയാണ് ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്? കോഴ്സ് കഴിഞ്ഞതിന് ശേഷം എന്താ വേണ്ടതെന്ന് അറിയില്ല. അന്ന് പരിപാടികൾ കമ്മിയാണ്, എങ്ങനെ മുന്നോട്ട് പോകും. ഇത് ഈ കലാഫീൽഡിലുള്ള മൊത്തം ഒരു അപജയമാണ്. അതെ 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 അതെ. അന്ന് ചെറിയ ചെറിയ കളികളൊക്കെ അന്ന് രാമട്ടിയാശാൻ്റെ അനിയൻ മറ്റേ ദാമോദരൻ മാഷ് ചെറിയ കളികളൊക്കെ അങ്ങനെ കുറേശ്ശൊക്കെ അതിന് തരായി. അങ്ങനെ നടക്കുന്ന സമയത്താണ് ഇതിൽ ഈ രംഗത്തെ എങ്ങനെയും പിടിച്ചു നിൽക്കണം, അതൊരു വാശിയായിരുന്നു. വേറെ നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ചതല്ലേ, അപ്പോൾ ഈ രംഗത്ത് തന്നെ തുടരണം എന്നുള്ളൊരു മോഹം. അങ്ങനെ എറണാകുളത്ത് കുറച്ച് കാലം ഉണ്ടായി. അവിടെ പോയി എന്താ സ്ഥിതി, അവിടുത്തെ സ്ഥിതി എന്താണെന്ന് പറയാനില്ല. ഡെയിലി ഷോ എന്ന് പറഞ്ഞിട്ട് കഥകളി ഒരു 4-5 കൊല്ലം 4 കൊല്ലത്തോളം ഉണ്ടായി അവിടെ ഈ പറഞ്ഞ പോലെ എന്നും ഈ 365 ദിവസവും ഒന്നെ ഉള്ളൂ കാണിക്കേണ്ടുള്ളൂ. ഈ മണിക്കൂറിൻ്റെ ഉള്ളിൽ ഡെമോൺസ്ട്രേഷനും എല്ലാം കഴിയും. അപ്പം നമുക്ക് കൊട്ടിലും ഒരു പുരോഗതിയും ഇല്ല, അതേപോലെ സാമ്പത്തികമായിട്ടും ഇല്ല. അപ്പം 4 കൊല്ലത്തോളം അങ്ങനെയൊക്കെ പിടിച്ചു നിന്നു. പക്ഷെ അന്ന് ആ സമയത്ത് അവിടെ എടപ്പള്ളി അതേപോലുള്ള സ്ഥലങ്ങളിലൊക്കെ കഥകളി ധാരാളം ഉണ്ട്. അപ്പോൾ അവിടെ പോയാൽ എൻ്റെ ധാരണ എന്താ വെച്ചാൽ അവിടെ പോയാൽ വല്ല കളികൾക്കൊക്കെ പോകാൻ തരാവും, അവിടെ ആ അവസരങ്ങൾ ഉണ്ടാവും കിട്ടും എന്നുള്ള ധാരണയിലാണ് അവിടുന്ന് പോണത്. അവിടെ പോയപ്പോൾ ഇവിടുത്തെ കഴിഞ്ഞിട്ട് കളിക്ക് പോയിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ ഇവിടെ പകരത്തിന് ആൾ വേണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ. അപ്പോൾ ഇവിടുത്തെ കളി കഴിഞ്ഞിട്ട് ഞാൻ കളി കാണാൻ പോകും. കളി മനസ്സിലാക്കാൻ ആശാന്മാരെ കാണാം. ഉണ്ണിഷാശാനോ വെല്ലാശാനോ ഒക്കെ അവിടെ അധികം ഉണ്ടാവുക. ആശാന്മാരെ കാണാം. അത് കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കലാമണ്ഡലം കേശവാശാൻ അവിടെ എടപ്പള്ളി അടുത്ത് താമസിക്കുന്നുണ്ട്. അപ്പോൾ കളി കഴിഞ്ഞിട്ട് ഉണ്ണിഷാശാനും കേശവാശാനും എന്തോ ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ എന്നെ കണ്ടപ്പോൾ ഉണ്ണിഷാശ ഇവിടെ വാന്ന് പറഞ്ഞു, വിളിച്ചിട്ട് പറഞ്ഞു. അപ്പോൾ അന്ന് ഈ കേശവാശാൻ കുറേശ്ശെ അല്ല നന്നായി പാടും. അഷ്ടപതി കച്ചേരി അതൊക്കെ ആ സമയത്ത് അപ്പം അവിടെയുള്ള അമ്പലങ്ങളിലൊക്കെ ലോക്കൽ പരിപാടികൾക്കൊക്കെ. അപ്പോൾ ഉണ്ണിഷാശാൻ വിളിച്ചിട്ട് ഇവൻ കുറേശ്ശൊക്കെ ശബ്ദം ഉണ്ടാക്കും, അപ്പോൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് അങ്ങനെ കുറേ ചെറിയ കേശവാശാൻ്റെ ഒപ്പം ഇടയ്ക്ക വായിക്കാൻ ഈ അഷ്ടപതി കച്ചേരിക്ക് അങ്ങനെ തരായിട്ടുണ്ട്. അങ്ങനെ ഈ പറഞ്ഞ പോലെ തന്നെ ആ സമയത്ത് അവിടെ ഒരു എടപ്പള്ളി കളിക്ക് ചന്ദ്രശേഖരാശാൻ്റെ രുക്മാകഥയായിരുന്നു. അപ്പം അന്ന് കേശവാശാനാണ് ചെണ്ടയ്ക്ക്. അദ്ദേഹത്തിന് അങ്ങനെ കുറേ നേരം നിൽക്കാനൊന്നും വയ്യ. അപ്പം ഞാനാണ് പിന്നുള്ള ആൾ. അപ്പോൾ അങ്ങനെ അദ്ദേഹം ആദ്യത്തെ പദം കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് ഞാൻ അവസാനം സത്യം കഴിയുമ്പോഴേക്ക് വരാം, അതുവരെ നിന്നോളൂ എന്ന് പറഞ്ഞിട്ട് അതും ഇതേപോലെ ഒരു വലിയൊരു ഭാഗ്യം. അവരുടെ വേഷത്തിന് ആ കാലത്ത് കൊട്ടുക എന്ന് പറഞ്ഞാൽ അതെന്നെ സംബന്ധിച്ച് വലിയൊരു ഭാഗ്യമാണ്.
അങ്ങനെ അവിടെ 4 വർഷം കഴിഞ്ഞു. ഒരു 4-5 വർഷം കഴിഞ്ഞ് വീണ്ടും ഇനിയിപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ കയ്യിലുള്ളതൊക്കെ പോവുള്ളൂ. വേറെ ഇപ്പോൾ അവിടുന്ന് പുരോഗതി ഒന്നും ഉണ്ടാവില്ല ഇതായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ. അപ്പോൾ വീണ്ടും നാട്ടിലേക്ക് തന്നെ വന്നു. അങ്ങനെ ഇവിടെ പല പരിപാടികളായിട്ട് അന്ന് ഈ ദേശപ്പാന പറഞ്ഞ വല്ലപ്പോഴും കൊല്ലത്തിലൊരു തവണ അത് ആ മാങ്ങോട്ട് പൂരത്തിൻ്റെ ആ സമയത്ത് മാത്രമേ ഉള്ളൂ. സമയത്ത് മാത്രമേ ഉള്ളൂ. പിന്നെ മേളം ഇത്തരം കാര്യങ്ങൾക്കും വേറെ പല കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ കഥകളിക്കൊട്ട് തന്നെയാണ് ഭേദം എന്ന് മനസ്സിലാക്കി ഇവിടെ വേറെ പല പരിപാടികളായിട്ട് എന്താ പറയുക, അന്ന് ഈ മൊബൈൽ വന്ന സമയമാണ്. കൂപ്പൺ പല കടകളിലും കൊണ്ടുപോയി കൊടുക്കുക. അങ്ങനെ കുറച്ച് കാലം അങ്ങനെ പോയി. അപ്പോൾ അതിനും ഈ വൈകുന്നേരം വരെ വണ്ടി ഓടിച്ചിട്ട് പിന്നെ ഒരു പരിപാടി കിട്ടി അങ്ങനെ പോവുക പറഞ്ഞാൽ അതും ചിന്തിക്കാൻ പറ്റാത്തൊരു നിലവാരത്തിൽ വന്നു. അങ്ങനെ അതും ഉപേക്ഷിച്ചു. എങ്ങനെ കുടുംബം എങ്ങനെ? കുടുംബം ഭാര്യ മക്കൾ ഞാൻ 33-ാമത്തെ വയസ്സിലാണ് കല്യാണം കഴിക്കുന്നത്. അതും ഈ പറഞ്ഞ പോലെ ജോലി ഇല്ലാത്ത ഒരാൾക്ക് എങ്ങനെയാണ് എവിടെയും അന്വേഷിച്ചിട്ടാണ് ഇങ്ങനെ ഇത്രയും വഴുകിയത്. അങ്ങനെ എന്തോ ഒരു ഭാഗ്യത്തിന് അന്ന് കല്യാണം കഴിഞ്ഞു. ഇവിടെ മണ്ണാർക്കാട് അടുത്ത്. അവർ ജോലി ചെയ്യുന്നുണ്ടോ? അവർക്ക് ഇപ്പോൾ ദൈവം സഹായിച്ചിട്ട് ഗവൺമെൻറ് ജോലി കിട്ടി. LP ടീച്ചറായിട്ട്. എവിടെ? മണ്ണാർക്കാട് അടുത്ത് തന്നെ. ശരി. അപ്പോൾ അങ്ങനെ ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ ക്ലാസ്സുകൾ തുടങ്ങാനുള്ളൊരു ധൈര്യമൊന്നുമില്ല. എനിക്കിപ്പോൾ ക്ലാസ് എടുത്താൽ വിജയിക്കുമോ അല്ലെങ്കിൽ പഠിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ഇതൊന്നും അന്നില്ല. അപ്പോൾ അന്ന് സദനം മണികണ്ഠേട്ടൻ അങ്ങനെ ഒരു ദിവസം മകനെ ഒന്ന് പഠിപ്പിക്കണം, അത് എപ്പോഴാച്ചാൽ വന്ന് പഠിപ്പിച്ചാൽ മതി, ഇന്ന ദിവസം ഒന്നുമില്ല. അങ്ങനെ മണികണ്ഠേട്ടൻ്റെ മകനെ പഠിപ്പിച്ച് അരങ്ങേറ്റമായി. അരങ്ങേറ്റം കഴിഞ്ഞപ്പോൾ അത് എന്തോ ദൈവാധീനം കുരുത്തം അത് വിജയിച്ചു. അയാൾ നന്നായി കൊട്ടി. അതിന് ശേഷമാണ് ഇങ്ങനെ ഒരുപാട് അന്വേഷണങ്ങൾ വന്നു. അപ്പോഴാണ് ക്ലാസ്സിനെ കുറിച്ചിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഒളപ്പൗർണമെനിക്കിൽ പഠിപ്പിക്കുന്നുണ്ട്. അതെങ്ങനെയാ വെച്ചാൽ തമ്പുരാനുള്ള കാലത്ത് ഞാൻ ഈ 3-4 കുട്ടികളുടെ അന്വേഷണം വന്ന സമയത്ത് എന്താ പറയുക, തമ്പുരാനോട് ചോദിച്ചു ഇങ്ങനെ ഇവിടെ പഠിപ്പിച്ചുകൂടെ? അപ്പോൾ തമ്പുരാൻ വളരെ സന്തോഷത്തോടു കൂടി ആ കെട്ടിൽ പഠിപ്പിച്ചോളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ തമ്പുരാൻ ഒന്ന് അനുവാദം തന്നിട്ട് അവിടെ ക്ലാസ് എടുക്കാൻ തുടങ്ങി. അപ്പോഴേക്ക് മാധ്യമങ്ങൾ ഫേസ്ബുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ ഡെയിലി ഞാൻ ഈ ക്ലാസ്സിൻ്റെ വീഡിയോസും ഒക്കെ ഇങ്ങനെ അതിൽ ഇതായിട്ട് ഫേസ്ബുക്ക് മുഖാന്തരം പല പരിചയങ്ങളും വന്നു. അങ്ങനെ മഞ്ചേരി അപ്പുറം, അത് നരിപ്പറ്റാശാൻ്റെ ഒരു ഏട്ടൻ്റെ മകള് അങ്ങനെ ഫേസ്ബുക്ക് ഫ്രണ്ടായിരുന്നു. പാലക്കാട് ജില്ലയും മലപ്പുറം ജില്ലയും ഒരുപോലെ ഇപ്പോൾ അങ്ങനെ അവിടെ ക്ലാസ് തുടങ്ങാൻ ഈ ഫേസ്ബുക്കുമായിട്ടുള്ള ബന്ധം. അപ്പോൾ മകനെ പഠിപ്പിക്കണം. അപ്പം മഞ്ചേരി എന്ന് പറയണം, മഞ്ചേരിയിൽ നിന്ന് പിന്നെയും പോകണം. അവിടെ വന്ന് പഠിപ്പിക്കാൻ പറ്റുമോ, ഏകദേശം എത്ര കുട്ടികൾ വേണ്ടി വരും? ഞാൻ ഒരു 5-6 കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ. ഇപ്പോൾ ഈ അന്നത്തെ ഗുരുനാഥന്മാരായിട്ടുള്ള ബന്ധം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ? ഗുരുനാഥന്മാരായിട്ടുള്ള ബന്ധം ഇപ്പോഴും ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. ഉണ്ട്. അവർക്ക് അങ്ങോട്ടും ഉണ്ട്. അതൊക്കെ ഇതിൻ്റെ തെളിവാണല്ലോ. അവരുടെ അനുഗ്രഹം തന്നെയാണല്ലോ ഞാൻ അതുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. കഥകളി മേളത്തിനെ സംബന്ധിച്ചും കൊട്ടുകളെ സംബന്ധിച്ചും സംസാരിച്ചു. നമുക്ക് ആ പാനെ സംബന്ധിച്ച് കുറച്ചും കൂടി വിശദമായിട്ടൊന്ന് സംസാരിക്കാൻ പറ്റുമോ? സംസാരിക്കാം. എന്നെ കേട്ടറിവുള്ള എന്നെ കൊണ്ട് പറ്റുന്ന പോലെ അതിനെക്കുറിച്ചൊന്ന് വിശദമാക്കുക. ഞാനൊരു 8 വയസ്സ് 5-8 വയസ്സ് മുതൽക്കാണ് ഞാൻ പാനയുടെ ഇതിലേക്ക് ഇറങ്ങണത്. അച്ഛൻ പഠിപ്പിച്ച്. അപ്പം അതിൽ ആദ്യം പാനപ്പിടുത്തം അച്ഛൻ തന്നെയാണ് ആദ്യത്തെ ഗുരു. അച്ഛൻ തന്നെയാണ് അത് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. പാനപ്പിടുത്തം അത് കുറച്ചായി കഴിഞ്ഞാൽ പിന്നെ തിരുവിഴിച്ചിൽ അങ്ങനെയാണ്. അച്ഛൻ്റെ പേര് ഗോപാലകൃഷ്ണൻ എന്നാണ് മുഴുവൻ പേര്. ഗോപ എന്ന് പറഞ്ഞാലാണ് എല്ലാവരും അറിയുള്ളൂ. അപ്പോൾ പാനപ്പിടുത്തത്തിൽ 7 സ്റ്റെപ്പാണുള്ളത്. അപ്പോൾ അതിലാദ്യം തൊഴുതു കുമ്പിടൽ നമ്മുടെ ഈ കഥകളി രീതിയിൽ ഏകദേശം സാമ്യം ഉള്ളതാണ്. അപ്പം അതിന് പറയിൽ കൊട്ടുവരിക, തക്ക 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 പറയിൽ അങ്ങനെ അടിക്കുകയാണ് ചെയ്യുക. അത് കാണിക്കും. അത് എങ്ങനെ കുമ്പിടുക വെച്ചാൽ തൊഴുത് കുമ്പിടൽ ഇതാ ഇങ്ങനെ നിന്ന്
നമ്മുടെ കയ്യിൽ പാനത്തണ്ട് ഉണ്ടാവും. പാനത്തണ്ട് 3 പ്രാവശ്യം അരിയും പൂവും ഇങ്ങനെ ഇട്ട് ഇങ്ങനെ കഥകളി തന്നെ ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ ഒരു പ്രാവശ്യം കൂടി മുന്നോട്ട് പോയിട്ട് ശരി. അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് തീ തീ തേയ്. ഇത് കാലിങ്ങനെ തീ തീ തേയ് എന്നിങ്ങനെ വെച്ചിട്ട് ഒരു 3-4 പ്രദക്ഷിണം. ശരി. 3-4 പ്രദക്ഷിണം കഴിയുമ്പോൾ അത് സ്പീഡ് കൂടും. കഥകളിക്കും തന്നെയല്ലേ ഉപയോഗിക്കുന്നു? വരുന്നുണ്ട്. തിത്തിത്തയും തന്നെയല്ലേ? അതെ. അത് ഒരു 3 വട്ടമൊക്കെ കഴിയുമ്പോൾ സ്പീഡ് കൂടും. ആ സ്പീഡ് കൂടുന്ന സമയത്ത് ഇങ്ങനെ അത് ചാട്ടായിട്ട് മാറും. തിത്തിത്തൈ തിത്തിത്തൈ ഇത് മാറ്റം വന്നു. അതെ അതെ, തിത്തിത്തൈ. പിന്നെ അടുത്ത സ്റ്റെപ്പ് തിന്തി തിന്തി തീന്തി തീന്തി ഗതി ഗതി. ഇതാണ് താളം. അത് സ്റ്റെപ്പ് എങ്ങനെ എടുക്കുക വെച്ചാൽ തിന്തി തിന്തി തീന്തി തീന്തി ഗതി ഗതി. അത് ഇടത്തേക്കാലും വലത്തേക്കാലും മാറി 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 മാറിയിട്ട് ചെയ്യണം. അത് ഈ പറഞ്ഞ പോലെ 2-3 റൗണ്ട് മടമ്പ് ചവിട്ടിയിട്ട് അര താണ് ഇങ്ങനെ തന്നെ ചെയ്യണം. അത് പിന്നെ അടുത്ത സ്റ്റെപ്പ് ആദ്യത്തെ സ്റ്റെപ്പ് തന്നെ, ആദ്യത്തെ താളം തന്നെയാണ്. അത് പാനത്തണ്ട് നമ്മളിവിടെ വെക്കും. കോരിപ്പിടുത്താണ് ഇങ്ങനെ കൈ കൊണ്ട് ഇതേപോലെ ഇങ്ങനെ ചെയ്യും. ഇങ്ങനെ ചെയ്യും. അങ്ങനെ റൗണ്ടായിട്ട് വരണം. അത് കഴിഞ്ഞ് പിന്നെ 4-മത്തെ സ്റ്റെപ്പ് ടി ടി തേയ് ടി ടി തേയ് ടി ടി തേയ് ടി 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 തേയ് ടി ടി തേയ് ടി ടി തേയ് തീ ഗി ഗി തീ ഗി. അതാണ് 4-മത്തെ സ്റ്റെപ്പ്. അത് തീ തീ തേയ് തീ തീ തേയ് തീ തീ തേയ് പറഞ്ഞിങ്ങനെ അങ്ങോട്ട് പോയി ഇവിടെ വന്ന് തികിതി ഗിതി എന്നുള്ളതിന് ചാടുക. 2 ചാട്ടം. പിന്നെ അടുത്തത് പഞ്ചാരി കാലം തന്നെയാണ്. തത്തിൻ തകത്തോം തത്തിൻ തകത്തോം തത്തിൻ തകത്തോം 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 എന്ന് പറഞ്ഞിട്ട് അത് 2 സൈഡിലായിട്ട് 2 ആൾ വേണം. 2 ആൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റ്. കലകളായിട്ട് ഇത് ബന്ധമുണ്ടോ? ഇത് അനുഷ്ഠാന കലയാണ്. ദാരികവാദം പാട്ടാണ് അതിൻ്റെ അടിസ്ഥാനം. തിടമ്പ് നൃത്തം എന്നൊക്കെ ഇല്ല. നമ്മൾ ഇത് ദാരികവാദം പാട്ടാണ്. അതെ. അത് സമുദായത്തിൽ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പം ഇത് സാമുദായികമായിട്ടുള്ള. അതെ. ഇത് നമ്മൾ അങ്ങനെ പറയാൻ പാടില്ലെങ്കിലും ഇത് പണ്ട് കോഴിക്കോട്ട് സാമൂതിരി മാപ്പിളലഹള കാലത്ത് കുറുപ്പന്മാരെ വെച്ച നായന്മാർ സ്ഥാനീയരായിട്ടുള്ള കുറുപ്പന്മാർ ഒളപ്പമണ്ണമനയിൽ കൊടുന്ന് താമസിപ്പിച്ച് ദേശത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ആണ് അവർ അവിടെ കൊടുന്നത്. അപ്പോൾ അവരങ്ങനെ ചങ്ങലിയോട്ട് തറവാട്ടിൽ പത്തായപ്പരയിൽ താമസം, അവിടെ കളരി പഠിക്കൽ. അപ്പോൾ ഒരു വേട്ടയ്ക്കരൻ്റെ അമ്പലം. ഈ വെള്ളിനഴി കഥകൾ ഇത് പറയുമ്പോൾ കല്ലൊഴിച്ചിട്ടൊക്കെ ആരംഭം ഈ ചങ്ങലോട്ട്. ചങ്ങലോട്ട് കളരിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നു. പിന്നെ നിലനിർത്താൻ വേണ്ടി ഉളപ്പമണ്ണിൽ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഭക്ഷണത്തിന് വേണ്ടിയിട്ട്. അപ്പം മാങ്ങോടും ഈ പൂരത്തിൽ ആ കാലത്ത് തന്നെ ഈ പാനുണ്ട്. അതിനോട് ബന്ധപ്പെട്ടിട്ടാണ് ഈ പാന എന്നുള്ള അനുഷ്ഠാന കല ദേവിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അന്ന് ഉണ്ടായതാണത്ര ഇത്. അതെ. ദാരികവാദം ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ള ഒരു അനുഷ്ഠാന കലയാണത്. അപ്പോൾ അത് തന്നെ നമ്മുടെ ദേശപരമായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. നമ്മൾ ഇവിടെ പരിയാനംപറ്റക്കാവും ഇവിടെ വെള്ളിനേഴി നമ്മൾ ചെയ്യണ പാലയാണ് ഏകദേശം ഒരേപോലുള്ള പാന. അതെ. അപ്പോൾ മാങ്ങോട് തന്നെ ഇതേ പാന പൂരം ദിവസം നടക്കുന്നുണ്ട്. പക്ഷെ അവിടെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അവർ നൃത്തത്തോട് കൂടിയിട്ടുള്ള പാനയല്ല, ഇരുന്ന് പൂജയാണ്. അതും സമുദായത്തിൻ്റെ വ്യത്യാസമുണ്ട്. അവിടെ വേറെ ആൾക്കാരാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇരുന്നിട്ടല്ല, നൃത്തത്തോട് കൂടിയിട്ടുള്ള പൂജയാണ്.
ഗുരുതി അർപ്പണം ഉണ്ട്, അത് ലാസ്റ്റ്. അപ്പോൾ ഈ 3-4 ഭാഗത്തും പൂജ ചെയ്യണം. അത് ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ജലഗന്ധ പുഷ്പം എന്ന് പറയില്ലേ, ആ വഴിക്ക് തന്നെ അത് ഈ താളത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്റ്റെപ്പുകളോട് കൂടിയിട്ട് ടി ടി തേയ് ടി ടി തേയ് ഇങ്ങനെ പറയുമ്പോൾ അതിനനുസരിച്ചിട്ട് പൂവർച്ചന, അതേപോലെ എന്താ പറയുക ധൂപം താളത്തിനനുസരിച്ചിട്ടാണ് കാണിക്കുക. അങ്ങനെ അതിനൊരു കലാശമുണ്ട്, ലാസ്റ്റിൽ കലാശം. ഇതാണ് താളം. ഇത് താളത്തിൽ മാറ്റമൊന്നുമില്ല, ഇതേപോലെ തന്നെയാണ് ചെയ്യുക. അതിൻ്റെ താളത്തിൻ്റെ അവസാനം ഈ ചുഴുപ്പ് എടുക്കുക. ഈ ചുഴുപ്പ് എടുക്കണോട് കൂടിയിട്ട് ഒരു കലാശമുണ്ട്. ഡണ്ണക്കാൻ തിരുകഴുതി ഇതറക അണ്ണക്കാൻ തിരുകഴുതി ഇതറക ഡഡൻ തിരുകഴുതി ഇതറക ഡഡ് തിരുകടതി കിതറകെടുതി കിതറക ഡഡൻ തിരുകടതി കിതറക. ശരി, അതാണ് അതിൻ്റെ കലാശം. അപ്പോൾ അത് ഓരോ മുഖത്തും തന്നെയാണ് ചെയ്യുക. അപ്പോൾ ഓരോ മുഖം കഴിഞ്ഞാലും ഇയാൾക്ക് റെസ്റ്റ് വേണം. റെസ്റ്റ് വെച്ചാൽ അപ്പോൾ അതിനെ ഒരു പ്രദക്ഷിണം, 2-3 പ്രദക്ഷിണം എത്ര, അത് അവരുടെ ചെയ്യുന്ന ആൾക്കാരുടേതാണ്. ഇവർക്കായി കഴിഞ്ഞാൽ അടുത്ത മുഖത്ത് ഇത് ചെയ്യും. ഈ 8 വയസ്സിൽ ഈ ഫീൽഡിലേക്ക് താല്പര്യം ഉണ്ടായി ഇറങ്ങി എന്നുള്ളതുകൊണ്ട് ഈ താളബോധവും മറ്റുള്ള കാര്യങ്ങളും കഥകളിയിലേക്ക് മെച്ചം കിട്ടിയിട്ടുണ്ട്. അതൊന്ന് ഇതിനെങ്ങനെ കൊട്ടാനുള്ള അവസരം ഉണ്ടായതെന്ന് വെച്ചാൽ അന്ന് കൃഷ്ണൻകുട്ടിയേട്ടൻ വരുമ്പോൾ അദ്ദേഹത്തിന് കുറച്ച് കഴിഞ്ഞാൽ ഒരു ക്ഷീണം അല്ലെങ്കിൽ ഇരിക്കണം എന്നൊക്കെ തോന്നും. അപ്പോൾ കുറച്ച് നേരം എന്നോട് ചെണ്ടെടുത്തിട്ട് കൊട്ടിക്കോളാൻ പറയും. അങ്ങനെ കൊട്ടി അതിൻ്റെ ഒരു ഏകദേശ സമ്പ്രദായമൊക്കെ മനസ്സിലാക്കിയില്ല. അതൊരു ഗുരുമുഖത്തുനിന്ന് പഠിച്ചിട്ടൊന്നുമില്ല. അവർ ചെയ്യണ കണ്ടിട്ട് ഒപ്പം കൊട്ടി അങ്ങനെ ശീലമായതാണ്. ഗുരുമുഖം എന്നുള്ളത് കലാമത്തിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് ഗുരുമുഖം. ഇവിടുന്ന് തന്നെ അത് ഗുരുകുല സമ്പ്രദായത്തിലെ തന്നെയാണ് മുഴുവനാക്കിയത് കലാമത്തിൽ നിന്നാണ്. അതെ. പിന്നെ ഇങ്ങനെ 3-4 മുഖം കഴിഞ്ഞു. ഇപ്പം ഈ ആശാമാരൊക്കെ ഉണ്ടോ നിലവിൽ? 2 ആശാന്മാരില്ല. രാധാകൃഷ്ണാശാനും മൂസാശാനും ഇല്ല. ശരി. അവരൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടോ? അവർ അന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ പഠിപ്പിക്കാനുള്ള പ്രധാന ആശാന്മാർ ഉണ്ണികൃഷ്ണാശാനും ബലരാമാശാനുമാണ്. ബാക്കിയുള്ളവർ ഒരാൾ വടക്കല്ല് 2 കളരി, ചൊല്ലിയാട്ട കളരി ഞാൻ പറഞ്ഞല്ലോ. വടക്കല്ല് വിജയകൃഷ്ണാശാനും രാജാശാനും ചൊല്ലിയാട്ട കളരി. നമ്മളവിടെ ചൊല്ലിയാട്ടത്തിന് പോകുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് കാര്യങ്ങളും തെറ്റുന്നുണ്ടോ അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് മനസ്സിലാക്കി തരാൻ 2 കളരിയിലും ആളുണ്ടാവും. തെക്കൻ കളരി ഉണ്ട്, അവിടെ മൂസാശാൻ ഉണ്ടാവും. തെക്കൻ കളരി എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക പഠനമൊന്നും അന്നില്ല. അവിടെ ആശാന്മാർ ചെയ്യണം നോക്കി കണ്ട് മനസ്സിലാക്കി തന്നെ വേണം. പിന്നെ അവിടെ കലാമണ്ഡലത്തിൽ ഒരു കൃഷ്ണൻകുട്ടി ബാലാശാൻ്റെ സ്മരണയ്ക്ക് വേണ്ടിയിട്ടൊരു ചെണ്ടയുടെ ആകൃതിയിലൊരു കളരി, ചെണ്ടക്കളരി നിർമ്മിച്ചു. അപ്പോൾ അങ്ങനെ അത് വന്ന സമയത്ത് അവിടെ വിജയകൃഷ്ണാശാൻ ആ കളരിയിൽ അധ്യാപകനായിട്ട് അങ്ങനെ വിജയകൃഷ്ണാശാൻ്റെ കളരിയിൽ ഞാൻ കൃഷ്ണൻകുട്ടി ബാലാശാനെ കാണായിട്ടില്ലേ? കൃഷ്ണൻകുട്ടി ബാലാശാനും അച്ചുണ്ണി പിള്ളാശാനൊക്കെ ധാരാളം കണ്ടിരുന്നു. അവർ കൊട്ട് അച്ചുണ്ണി പിള്ളാശാൻ്റെ അത് അറിഞ്ഞ് മനസ്സിലാക്കാനുള്ള ഇതില്ല വെച്ചാലും ഇവരൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ എന്താ പറയുക, എൻ്റെ ഇവിടെ തായമ്പക അരങ്ങേറ്റ സമയത്ത് ചന്ദ്രമന്നാടി ആശാൻ്റെ അടുത്ത് എനിക്ക് മുന്നിൽ നിന്ന് കൊട്ടാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. മട്ടന്നൂർ ആശാൻ്റെ ജൂബിലി സമയത്ത് അദ്ദേഹം ഇവിടെ ഒരു 3-4 ദിവസം ഇവിടെ വീട്ടിലുണ്ടായിരുന്നു. അപ്പം അന്നത് ചന്ദ്രമന്നാടി ആശാനാണോ എന്ന് അറിയില്ല. ആശാൻ പറഞ്ഞത് അത് വലിയ ആശാനാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് എന്നതാണ് പേര്. കലാമണ്ഡലത്തിൽ പോയതിന് ശേഷമാണ് അത് ചന്ദ്രമന്നാടി ആശാനായിരുന്നു. ആ വലിയ വയറൊക്കെ ആയിട്ട് വലിയുള്ള രൂപം, സോഡ ഗ്ലാസ് പോലുള്ള കണ്ണാടൊക്കെ ഇട്ടുള്ള അവിടെ ഉമ്മർത്തിരിക്കുന്ന രൂപം ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഈ പഞ്ചൈക തായമ്പക എന്നുള്ള ആശയം ജൂബിലി സമയത്ത് കൊടുന്നതാണ് തോന്നുന്നു. അപ്പോൾ ഞങ്ങളുടെ ആ റിഹേഴ്സലിൻ്റെ ആ സമയത്ത് ആശാൻ അവിടെ ഉണ്ട്. ആശാൻ്റെ സാന്നിധ്യത്തിലാണ് റിഹേഴ്സലൊക്കെ ഉണ്ടായത് അന്ന്. അത് ഇവിടെ വെച്ച് ആശാൻ ഇപ്പോൾ കൊടുത്ത വീട്ടിൽ, ഇപ്പോൾ അവിടെ ആര്യ സമാജം എന്തോ ആണ്, അവിടെ വെച്ചിട്ടായിരുന്നു. പിന്നെ
സദനവാസവശാനായിട്ട് നല്ല ബന്ധമാണ്. ആ പഠിക്കുന്ന കാലത്ത് തന്നെ മിക്കവാറും ദിവസങ്ങളിൽ 2-3 ദിവസമൊക്കെ ആശാൻ അവിടെ ആശാൻ്റെ വീട്ടിൽ വന്നിട്ട് താമസം. അങ്ങനെ അന്ന് തന്നെ വളരെ അടുത്തൊരു ബന്ധം വാസവശാനായിട്ടുണ്ടായിരുന്നു. ആനയ്ക്ക് 4 മുഖമുണ്ട്. കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക് എന്ന് പറഞ്ഞിട്ട് അവിടെയൊക്കെ ഇതേ രീതിയിൽ തന്നെ നമ്മൾ ചെയ്യണം. അങ്ങനെ ഓരോ ചിറ്റ് കഴിയുമ്പോഴും ഓരോ ചിറ്റിനും ഈ പൂജ കഴിഞ്ഞിട്ട് ഓരോ കലാശങ്ങൾ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ കലാശങ്ങൾ, അത് കഴിഞ്ഞ് ഇവർ ഒന്നൊരു ആയാസം കിട്ടാൻ ഒരു 2-3 റൗണ്ട് പ്രദക്ഷിണം. അപ്പോൾ അതിന് അവിടെ ഏകതാളത്തിൽ നമുക്ക് എന്താ വെച്ചാൽ കൊട്ടാം. അത് കഴിഞ്ഞാൽ അതിലായിക്കഴിഞ്ഞാൽ ഈ കലാശം കൊട്ടുക, അടുത്ത മുഖത്ത് പൂജ. അങ്ങനെ അടുത്ത സ്റ്റെപ്പ് നിരക്കി പൂജ എന്ന് പറയും. നിരക്കി പൂജ എന്ന് പറഞ്ഞാൽ ഈ നമ്മളെ ഈ പന്തലിൻ്റെ അവിടെ ഇത് വെച്ചിട്ടുണ്ടാവും, അരി ഇതൊക്കെ. അതിലിപ്പോൾ അടപ്പലക ഇടുക എന്ന് പറയുക, ഈ ഇല. അത് അതിനെ പൂജിച്ചിട്ട് അത് ഇങ്ങനെ എടുത്തിട്ട് നൃത്തത്തോട് കൂടിയിട്ടാണ് എടുത്ത് കളയുക താളത്തിൽ. അങ്ങനെ അത് കഴിയും. അങ്ങനെ പിന്നെ മുക്ക് പൂജയ്ക്ക് പിന്നെ നിൽക്കലില്ല. കാലം കയറും, കാലം കയറും. ഈ പൂജ ചെയ്യുന്ന ആൾക്ക് റെസ്റ്റ് ഇല്ല. ഈ 4 പൂജയും ഒരുമിച്ച് കഴിയണം. ഈ പൂജ ചെയ്യണ ആൾ എന്താ വെച്ചാൽ ഒരു വ്രതമുണ്ട്. അങ്ങനെ വെറുതെ പോയിട്ട് പൂജ ചെയ്യാൻ അല്ല, 21 ദിവസമല്ല, തലേ ദിവസം എന്താ പറയുക, ഉച്ചവരെ ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ ഒന്നും കഴിക്കാൻ പാടില്ല എന്നാണ് പറയുക. വെള്ളം ഇവിടെ അച്ഛനൊക്കെ അങ്ങനെ ചെയ്ത് കണ്ടിട്ടുണ്ട്. അച്ഛൻ വെള്ളം പോലും കുടിക്കാതെ ഈ പൂജ കഴിയാൻ ഏകദേശം ഒരു ഉച്ചയോട് കൂടി ഒരു 12-12:30 ആവും. ഈ പൂജ കഴിഞ്ഞതിന് ശേഷമാണ് വല്ലതും കഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഈ ചുറ്റി പൂജയൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ വടക്ക് ഭാഗത്താണ് ഗുരുതിയാർപ്പണം. ഗുരുതിയാർപ്പണം അത് നൃത്തത്തോട് കൂടിയിട്ട് തന്നെയാണ്. അത് ഈ പന്തലിൻ്റെ വടക്ക് ഭാഗം വേണമെന്നാണോ അതോ വടക്കോട്ട് തിരിഞ്ഞിട്ടാണോ? എന്താ പന്തലിൻ്റെ വടക്ക് ഭാഗം, വടക്കോട്ട് തിരിഞ്ഞിട്ടല്ല, പന്തലിൻ്റെ വടക്ക് ഭാഗം. അതിനനുസരിച്ചിട്ട് വേണം പന്തലിൻ്റെ ക്രമീകരണം. അപ്പോൾ ഈ പന്തലിൻ്റെ വടക്ക് ഭാഗത്താണ് ഗുരുതി വെച്ചിട്ടുണ്ടാവുക. ഗുരുതിക്കും അതും ഈ പറഞ്ഞ പോലെ തായമ്പകളുടെ എണ്ണങ്ങൾ, ചെമ്പക്കൂറുള്ള എണ്ണം ആദ്യം തുടങ്ങും. അതിനനുസരിച്ചിട്ടുള്ള സ്റ്റെപ്പുകളാണ്. ചെമ്പക്കൂറുള്ള വായിട്ടരുന്ന് നഗണ്ണ കണക്കാണ്, നഗണ്ണ എന്താ എണ്ണ വെച്ചാൽ കൊട്ടാം, ഓരോരോ യുക്തിപൂർവ്വം കൊട്ടാം. ആ രീതിയിലാണത്. അതങ്ങനെ മാറിയിട്ട് ഇടവട്ടം, തായമ്പയിൽ കൊട്ടണ ഇടവട്ടം. ആ സ്റ്റെപ്പ് എനിക്ക് അങ്ങനെ ഞാൻ പൂജ ചെയ്തിട്ടില്ല. അപ്പോൾ ആ സ്റ്റെപ്പ് വെക്കലും ഏകദേശം അതുപോലെ തന്നെയാണ്. ഇങ്ങനെ തല ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കാല് വയ്ക്കലും അഡ് അങ്ങനെയാണ് അത് ചെയ്യണത്. അപ്പോഴേക്കൊക്കെ ഈ പൂജ ചെയ്യണ ആൾ ഒരു വിധത്തിൽ ക്ഷീണം ബാധിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഗുരുതിയാർപ്പണത്തോട് കൂടിയിട്ട് പൂജ അവസാനിക്കും. പൂജ അവസാനിച്ച് കഴിഞ്ഞിട്ട് പിന്നെയാണ് തിരുവിഴിച്ചിൽ. ഈ തിരുവിഴിച്ചിലിനും കുമ്പടൽ ഇതേ ശൈലി തന്നെയാണ്, കുറച്ച് നീളം കൂടും. അതിനും ഇതേ തന്നെയാണ് താളം. അപ്പോൾ അതിന് ഈ ചെയ്യണ രീതിക്ക് അങ്ങനെ മുന്നോട്ട് പോയി ഇങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് തിരിഞ്ഞ് അങ്ങോട്ട് മുന്നോട്ട് ചെയ്ത് കുറച്ച് നീളം കൂടുന്നു മാത്രം. അപ്പോൾ അതിന് തക്കിട്ടയിൽ മറക്കുക ചെയ്യുക. അപ്പോൾ അതിന് ഈ തിരുവിഴിച്ചലിന് ചെണ്ട വേണം. അപ്പോൾ ഈ പറയിൽ താളം പിടിക്കുമ്പോൾ തക്കിട്ട ഇരട്ടി ഇങ്ങനെ മറിച്ച് അതിൻ്റെ അവസാനം ഈ തൊഴുത് കുമ്പിടൽ കഴിഞ്ഞാൽ അതിൻ്റെ അവസാനം കലാശം കഴിഞ്ഞാൽ എന്താ പറയുക, ചെമ്പതാളാണ് വരിക. തിരുവിഴിച്ചിലിന് ആ ഒരൊറ്റ താളം തന്നെയുള്ളൂ. ഈ താളത്തിനാണ് ഫുള്ള് നൃത്തങ്ങളും ചെയ്യണത്. അപ്പോൾ അതിന് ചുഴുപ്പെടുക്കും. ഇങ്ങനെ താ തീന്ത താ കീട്ട തീ ദീ തിത്തേ എന്ന് പറഞ്ഞിട്ട് ചാടും. അങ്ങനെ മുന്നോട്ട് കാല് എന്താ പറയുക, തിരിയുണ്ടാവും കയ്യിൽ. അപ്പോൾ താ തീന്ത താ എന്ന് പറഞ്ഞിട്ട് ബാക്കിലേക്കും, അങ്ങനെ ബാക്കിലേക്കും വന്നിട്ട് ചുഴുപ്പെടുത്തിട്ട് അവസാനിപ്പിക്കും. അങ്ങനെ 4 മുഖത്തും ചെയ്യണം. ഒരു 4 ആളാണ് ഉണ്ടാവുക. ഈ 4 ആളും എല്ലാ മുഖത്തും ചെയ്യണം. ഇപ്പോൾ കിഴക്ക് ഭാഗത്ത് ചെയ്ത ആൾ അടുത്തത് പടിഞ്ഞാറ് ഭാഗത്ത് ചെയ്യണം. അതേപോലെ ഓരോരുത്തരും മുഖം 4 മുഖം കംപ്ലീറ്റ് ആവണം ഈ 4 ആൾ.
അത് കഴിഞ്ഞ് രണ്ടാം വട്ടം തിരുവിച്ചിൽ. ഇതിപ്പോൾ ആദ്യത്തെ വട്ടം കുറച്ച് സിമ്പിളാണ്. രണ്ടാം വട്ടം സിമ്പിളാണ്. ഇതേ താളം തന്നെയാണ്. അതും ഈ പറഞ്ഞ പോലെ കുറച്ച് സ്റ്റെപ്പ് കൂടുന്നു മാത്രം. അകത്തേക്കും പുറത്തേക്കും മറച്ചിലുണ്ട്. ശരി. ഈ ചുഴുപ്പെടുത്ത് കഴിഞ്ഞതിന് ശേഷം അകത്തേക്കും പുറത്തേക്കും അത് ഇപ്പോൾ കുറേ ആയിട്ട് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് കാണിക്കാൻ പറ്റില്ല. അകത്തേക്കും പുറത്തേക്കും മറച്ചിൽ വരും. ശരി. അത് കഴിഞ്ഞ് മൂന്നാമത്തെ ഇതേ താളം തന്നെയാണ്. കുറച്ചും കൂടി കാലം കൂടും, സ്പീഡ് കൂടും. അത് കഴിഞ്ഞ് പിന്നെ ഇരട്ടപ്പന്തം. അതെന്താ ഇരട്ടപ്പന്തം? രണ്ട് കയ്യിൽ പന്തം ഉണ്ടാവും. രണ്ട് കയ്യിലും പന്തം എടുത്തിട്ട് ഈ പഞ്ചാരി താളം തന്നെയാണ്. അത് നല്ല വൃത്തിയിൽ തത്തീന്തകത്തോം തത്തീന്തകത്തോ തത്തീന്തകത്തോം തകത്തോം തകത്തോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഈ പന്തലിൻ്റെ റൗണ്ട് അത് കാലം കയറി വരും. ഈ സുദർശനം ചെയ്യുന്നതും ഏകദേശം രണ്ട് കയ്യിലും ബന്ധം പിടിച്ചിട്ട് ഇതേ അത് താളത്തിന് വ്യത്യാസം ഉണ്ടല്ലോ. താളത്തിൽ വ്യത്യാസം. ഇത് പഞ്ചാരിയാണ്. ഇതിൽ നമ്മൾ കരിവട്ടത്തിൽ കുമ്മിയടി ഉണ്ട്. കുമ്മിയടി ചെയ്യണ അച്ഛനൊക്കെ ചെയ്തിരുന്നു. ഈ രണ്ട് കയ്യിലും പന്തം പിടിച്ചിട്ട് കുമ്മിയടിക്കും. തിരുപ്പറക്ക, കുമ്മിയടി എന്നല്ല പറയുക, തിരുപ്പറക്ക. അത് ചെയ്ത് കാണിക്കാൻ എനിക്ക് അത്ര പോരാ. അപ്പോൾ അത് കുമ്മിയടി. അതേപോലെ രണ്ടാൾ ഈ ഒറ്റപ്പന്തം തന്നെ, ഇരട്ടപ്പന്തല്ലാതെ. അത് രണ്ടാളുണ്ടെങ്കിൽ ഇങ്ങനെ പരസ്പരം മുഖത്തോട് മുഖം നിന്നിട്ട് തിരിഞ്ഞ് അങ്ങനെ വരും. ഞാൻ കൂട്ടത്തിൽ ഒന്നുകൂടി ചോദിച്ചോട്ടെ. ഈ ക്ഷേത്ര താന്ത്രിക കർമ്മങ്ങൾക്ക് തുടി, മരം, ചെണ്ട, ഇടയ്ക്ക ഇങ്ങനെയുള്ള വിവിധ വാദ്യങ്ങൾ ഉപയോഗിക്കാൻ അച്യുതപുരാശാൻ അത്രയും ഏറ്റവും വിവരമുള്ള ആളുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അത് ഉപയോഗിക്കാൻ ഒരുപാട് ആൾക്കാർ കമ്മിയാണ്, അറിയുന്നവർ. അതുപോലെ ഈ പാനടിയും ഈ ചടങ്ങുകളും ചിട്ടകളും അറിയുന്ന ആൾക്കാർ സത്യം പറഞ്ഞാൽ ഇന്നിപ്പോൾ അതൊരു ഭീഷണിയായിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ഇത് തുടർന്ന് കൊണ്ടുപോകണമെങ്കിൽ ഇപ്പോൾ അച്ഛൻ്റെ കാലം ഏകദേശം 82-83 വയസ്സായി. ഇനി അതിന് താഴെയുള്ള 10-60 വയസ്സിലുള്ള ആൾക്കാരാണ് ഇപ്പോൾ പൂജ ചെയ്യുന്ന ആൾക്കാരുള്ളത്. അവർ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പറയുമ്പോൾ എനിക്ക് ഒരു 50 വയസ്സിനോട് അടുക്കുകയായി, 47 വയസ്സ് ഏകദേശമായി. അപ്പം ഇത്രയും ആൾക്കാർ ഇപ്പോൾ ഇതിൽ സ്ഥിരമായിട്ടുള്ളൂ. കുട്ടികളെ പഠിപ്പിക്കുക, പാനപ്പിടുത്തം, തിരുവിച്ചിൽ അതൊക്കെ പഠിപ്പിക്കാറുണ്ട്. അവരൊന്നല്ലെങ്കിൽ ഈ മാങ്ങോട്ടുപുരം വരിക പരീക്ഷ സമയത്താവും. അപ്പോൾ ഇതിനൊരു കണക്കുണ്ട് ശരിക്കും, ഇത്ര ആൾ വേണമെന്ന് കണക്കുണ്ട്. ഈ പാന പഠിക്കണമെങ്കിൽ പാനപ്പിടുത്തത്തിന് 16 ആളെന്ന് കണക്ക്. ഈ 16 ആൾ വേണം അതിനുള്ള പാന. 16 ആൾ പാനപ്പിടുത്തത്തിന് ഉണ്ടാവാറുണ്ട്. നമ്മൾ തന്നെ ആയാലും ഉണ്ടാവാറുണ്ട്. കുട്ടികളാണ് അതിന് കൂടുതലും വേണ്ടത്. അപ്പോൾ എന്താ വെച്ചാൽ ഈ ഇപ്പോൾ ഉള്ളത് പൂജ ചെയ്യാനുള്ള 2-3 ആൾക്കാരേ ഉള്ളൂ. അവരുടെയും ഇത് കഴിഞ്ഞാൽ ഈ പൂജ ചെയ്യാൻ ആരാ ഉണ്ടാവുക എന്നുള്ളപ്പോൾ ഞങ്ങൾ കുറച്ച് ഒരു 5-8 വീടാണ് ഇതിനൊരു കമ്മിറ്റി ഉള്ളത്. ഈ കമ്മിറ്റിക്കാരെ വീട്ടിൽ അവരെ ബന്ധുക്കളും ആണ് ഇപ്പോൾ ഇതിലേക്ക് മുന്നോട്ട് വരാറുള്ളൂ ഇത് ചെയ്യാൻ. ശരി. പാന നടക്കുന്നതും അങ്ങനെ തന്നെയാണ്. ഈ കമ്മിറ്റിക്കാരുടെ വീട്ടിലാണ്, ആരെങ്കിലും ഒരു വീട്ടിൽ പാന നടക്കും. അതല്ലാതെ വഴിപാടായിട്ട് കഴിക്കണവരുണ്ട്. ഇപ്പോൾ ഗോപിയേട്ടൻ പറയുകയാണ് അടുത്തൊല്ലം പാന അവിടെ വഴിപാടായിട്ട് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യും. അതല്ലെങ്കിൽ ഞങ്ങൾ കമ്മിറ്റി ദേശപ്പാനയായിട്ട് ഞങ്ങൾ നടത്തും. അപ്പോൾ എന്താ വെച്ചാൽ കുട്ടികളിപ്പോൾ പഠിക്കാൻ വരും. അവർ കുറച്ച് കഴിഞ്ഞാൽ ജോലി കിട്ടി അല്ലെങ്കിൽ പഠിത്തം കഴിഞ്ഞാൽ അവർ പല വഴിക്ക് പോകും. അപ്പോൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അടുത്ത പുതിയൊരു തലമുറ എങ്ങനെ ഉണ്ടാക്കും എന്നുള്ളൊരു ഇതാണ്. അച്ഛൻ്റെ കഴിഞ്ഞ് 10-60 വയസ്സ് ഉള്ള ആൾക്കാരാണ് പിന്നെ ഇപ്പോൾ ഉള്ളത്. അവർ ക്രമേണ ഈ ഇതില്ലാതെ ആയി പോവോ എന്നുള്ളൊരു പേടിയുണ്ട് ഞങ്ങൾക്ക്. അനുഷ്ഠാനമായിട്ട് നിൽക്കുന്ന ഒരു കല, മാങ്ങോട്ട് ഭഗവതിക്കുള്ളൊരു വഴിപാടാണത്. അത് ഇല്ലാതെയായിട്ട് പോവോ എന്നുള്ളൊരു. ക്ഷേത്രപൂജ നടക്കുന്ന താന്ത്രിക കർമ്മങ്ങൾക്കുള്ള പിന്നെ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ആരെങ്കിലും 1-2 ആളൊക്കെ ഉണ്ട്. അത് നടന്നു പോകുന്നുണ്ട്. അതെ. ഇത് മനസ്സിലാക്കാൻ, ഇത് പഠിക്കാനുള്ള തയ്യാറായിട്ട് വരാനുള്ള കുട്ടികളൊന്നും ഇല്ല. അവർക്കിപ്പോൾ വേറെ പല ലോകങ്ങളാണ്. അവർക്ക് ഇതൊന്നും ആവശ്യമില്ല. അപ്പോൾ മുന്നിൽ അങ്ങനെ ഒരു ഭീഷണി ഉണ്ട്. ഇത് തുടർന്ന് കൊണ്ടുപോകാൻ ആൾക്കാരുണ്ടാവുമോ എന്നുള്ളൊരു ചോദ്യചിഹ്നം അവിടെ കിടക്കുന്നുണ്ട്. ഇത്രയും നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. അങ്ങനെ കുടുംബം
ടീച്ചറായി പറഞ്ഞു, പക്ഷെ പേര് പറഞ്ഞിട്ടില്ല. അവളുടെ പേര് സജിനി എന്നാണ്. ആ. ആര്യമ്പാവ് എന്നാണ് കല്യാണം കഴിച്ചിട്ടുള്ളത്. ആ. മക്കള് 2 ആള്. മൂത്താള് ഋഷികേശ് എന്ന് പറയും. അവൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ചെറിയ ആളിപ്പോൾ 1 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. പെൺകുട്ടിയാണ് ഹൃദ്യ. അവനും ഈ പറഞ്ഞ പോലെ തായമ്പക പഠിച്ച അരങ്ങേറ്റം 2 വർഷം മുന്നേ തായമ്പക പഠിച്ച അരങ്ങേറ്റം കഴിഞ്ഞിട്ട് ഇപ്പോഴും തുടർന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അച്ഛൻ ഗോപാലകൃഷ്ണൻ, അമ്മ കല്യാണിക്കുട്ടിയമ്മ. അവരിപ്പോഴും തുന്നണുണ്ട്. ഒരു 78-80 വയസ്സിൻ്റെ അടുക്ക് എത്തിച്ചാലും ഇപ്പോഴും അവിടെ ഒരു ഷോപ്പുണ്ട്, ചെറിയൊരു ഷോപ്പുണ്ട്. 19 വർഷമായിട്ട് അമ്മ അവിടെ തന്നെയാണ് തുന്നണത്. ഇപ്പോഴും അമ്മ രാവിലെ ആയി കഴിഞ്ഞാൽ അങ്ങോട്ട് പോകും തുന്നാൻ. ഞങ്ങൾ 2 മക്കളാണ്. ഏട്ടനാണോ എന്നുള്ളത്. ഏട്ടൻ വളരെ വലിയൊരു ആർട്ടിസ്റ്റ്. ഏട്ടൻ എറണാകുളത്താണ് ഉള്ളത്. ഏട്ടൻ ദ ഹിന്ദു എന്നുള്ള പത്രത്തിൽ ഡിസൈൻ സെക്ഷൻ്റെ ചീഫ് എഡിറ്ററാണ്. അപ്പോൾ ഇവരവിടെ ചിറ്റൂരമ്പലത്തിൻ്റെ അടുത്ത്, എറണാകുളം ചിറ്റൂരമ്പലത്തിൻ്റെ അടുത്ത് അവരവിടെ സെറ്റിൽഡാണ്. സ്ഥലം വീട് പഠിച്ച് ഇവിടെ ഞാനും അമ്മയും അച്ഛനും ഭാര്യയും 2 കുട്ടികളും. ജ്യേഷ്ഠൻ്റെ പേരെന്താണ്? സതീഷ് വെളിനേഴി എന്നുള്ള ഇതിലാണ് അറിയാം. ശങ്കരൻകുട്ടിമാരാരുടെ കീഴിൽ അരങ്ങേറ്റം നടത്തി കലാമണ്ഡലത്തിൽ പോയി ചേർന്ന് പഠനം പൂർത്തിയാക്കി പ്രഗത്ഭരായ ഗുരുനാഥന്മാരുടെ ശിഷ്യനായി മാറി. ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് അത്. അത്രയും പ്രഗത്ഭരായ ആശാന്മാരുടെ ശിഷ്യനാവുക എന്നുള്ളത്. എന്നാൽ അങ്ങും കുറേ ശിഷ്യരെ വാർത്തെടുത്ത് കഴിഞ്ഞു, ഇപ്പോൾ വാർത്തെടുത്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഈ ജീവിതത്തിൽ അനുഭവം പങ്കുവെച്ചതിൽ വളരെയധികം സന്തോഷം. എനിക്ക് പറയാനുള്ളത് എൻ്റെ ഗുരുനാഥനോടാണ്. ഇങ്ങനെയൊരു പരിപാടിയിൽ എന്താ പറയുക, പ്രഗത്ഭരായ അനവധി ആൾക്കാരെ ആശാൻ ഇങ്ങനെ ചെയ്യുന്നുണ്ടാകുന്നാകട്ടെ. ഇതിൽ ഒരു സ്ഥാനം എനിക്ക്, അത് ആശാൻ്റെ മനസ്സിൽ എനിക്കുള്ള സ്ഥാനമാണ്. ഞാൻ എന്നെ അങ്ങനൊരു ഇതുള്ളതുകൊണ്ടാണല്ലോ എന്നെ ഇതിലേക്ക്. അപ്പോൾ ആശാൻ്റെ ഒരു അനുഗ്രഹം അത് എത്ര പറഞ്ഞാലും മതിയാവില്ല. വളരെയധികം സന്തോഷമുണ്ട്. ആശാനോട് ആദ്യം നന്ദി എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ആശാൻ തന്നെയാണ് അതിൻ്റെ, ആശാൻ്റെ അനുഗ്രഹമാണ് അത്. വേറെ ഒന്നും പറയാനില്ല. അല്ലെങ്കിൽ ഇപ്പോൾ എന്നെ പോലെ ഒരാളെ ഇപ്പോൾ ഇതിൽ വിളിച്ച് വരുത്തണമെന്നുള്ളതൊരു സംശയമാണ്. അത്രയും പ്രഗത്ഭരായ ആൾക്കാർ. അല്ല, ഈ ഫീൽഡിൽ നിൽക്കുന്ന എല്ലാവരും അദ്ദേഹം അല്ല, എൻ്റെതാണ് ഞാൻ പറയണത്. ആശാന്റെ ശിഷ്യനില്ലേ? അതെ അതെ, തീർച്ചയായിട്ടും എല്ലാവിധ മംഗളങ്ങളും ഉണ്ടാവും എന്നുള്ളത് തീർത്തു പറയുന്നു. എന്തായാലും ഗോപിയേട്ടൻ ഇത്രയും നേരം ഞാൻ ആശാനോട് വിളിക്കുമ്പോൾ ആരാണതിന് പറ്റിയ ഒരാളെന്ന് ചോദിച്ച സമയത്ത് ഗോപിയേട്ടൻ്റെ പേരാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞ സമയത്ത് ഒരു മടിയും കൂടാതെ ഞാൻ വന്നോളാം എന്ന് ഏറ്റതിന് ഒരുപാട് സന്തോഷം രേഖപ്പെടുത്തുന്നു.